ഔറാദ് വൽ മനാഖിബിനകത്ത് മൗലിദിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ മൊഹീദ്ദീൻ മൗലിദ് ഉണ്ട്. ഔറാദ് വൽ മനാഖിബിൻ്റെ അകത്ത് മൗലിദ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്താൽ കിട്ടും. പക്ഷേ അതാണ് നമ്മൾ പ്രത്യേകിച്ച് റബീഉൽ ആഖിർ 1 ഇന്ന് മൊഹീദ്ദീൻ ഷെയ്ഖിൻ്റെ ആണ്ടിൻ്റെ മാസമായതുകൊണ്ടാണ്. آمين. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم إنا نحن عبيدك الفقراء بجبال الأهواء أسراء حضرنا هذا المجلس العاطرة وقرأنا بإذن صاحب مناقب وليك عبد القادر فبجاهه لديك وبقربته إليك وفقنا للاقتداء به والسائر الأولياء والامتثال المأمورات واجتناب المحظورات واحفظ ظواهرنا عن العثراء. ربنا لا تؤاخذنا إن نسينا وأخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് ഫ്രണ്ടിലെ സീറ്റിൽ കടന്നിരിക്കുക. ക്ലാസ് ഇൻഷാ അല്ലാഹ് തുടങ്ങാം. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا وحبيبنا وقائدنا محمد رسول الله صلى الله عليه وعلى آله وصحابه وأتباعه وأعوانه ومن والاه. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. النبي أولى بالمؤمنين من أنفسهم النبي أولى بالمؤمنين من أنفسهم وأزواجه أمهاتهم. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم.
نسينا في ودادك كل غال فأنت اليوم أغلى ما لدينا نلام على محبتكم ويكفي لنا شرفا نلام وما علينا ولما نلقكم لكن شوقا يذكرنا فكيف إذا التقينا تسلى الناس بالدنيا وإنا لعمر الله بعدك ما سلونا. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കുകയും അല്ലാഹു നമ്മുടെ എല്ലാ ചെറുതും വലുതുമായ മഅസിയത്തുകൾ അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരികയും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകട്ടെ. അല്ലാഹു നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകട്ടെ. ഓപ്പറേഷന് വേണ്ടി പോയവരുണ്ട്, ഓപ്പറേഷന് വിധേയമായി കൊണ്ടിരിക്കുന്നവരുണ്ട്, കഴിഞ്ഞ ദിവസങ്ങളിൽ ചികിത്സ നടന്നവരുണ്ട്, ഒരുപാട് ദുആ വസിയത്തുകളുണ്ട്. അല്ലാഹു അവർക്കൊക്കെ വളരെ പെട്ടെന്ന് അല്ലാഹു പരിപൂർണമായി ശിഫ നൽകട്ടെ. നമ്മുടെ ഇന്നത്തെ പായസം ഓഫർ ചെയ്തത് അഫ്വാൻ എന്നൊരു സുഹൃത്താണ്. അവർ മകളുടെ ആരോഗ്യപരമായ പ്രശ്നം പരിഹരിക്കപ്പെടാൻ വേണ്ടി അവർ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു അവരുടെ മോൾക്ക് പരിപൂർണമായ സലാമത്ത് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ രോഗങ്ങളും അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. നമ്മുടെ ക്ലാസ്സിലൊക്കെ പായസം വിതരണം ചെയ്യുന്ന ലത്തീഫ് എന്ന നമ്മുടെ സഹോദരൻ കഴുത്തിനൊരു മുഴ വന്ന് നാട്ടിൽ ഇന്നലെ ചികിത്സയ്ക്ക് വേണ്ടി പോയിരിക്കുകയാണ് നാട്ടിലേക്ക്. അല്ലാഹു ലത്തീഫ് സാഹിബിനും അല്ലാഹു വളരെ പെട്ടെന്ന് ശിഫ നൽകട്ടെ, അല്ലാഹു സലാമത്ത് നൽകട്ടെ. നമ്മുടെ KMCCയുടെ പ്രിയങ്കരനായ നേതാവ് അഷ്റഫ് പൊന്നാനി സാഹിബിൻ്റെ പിതാവ് സിദ്ദീഖ് പുതുപൊന്നാനി എന്നവർ വഫാത്തായി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് ചെയ്യട്ടെ. അവരുടെ ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലും റാഹത്തിലും സ്വർഗീയ ആരാമത്തിലും അല്ലാഹു ആക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. يقدم عليكم غدا أقوام هم أرق قلوبا للإسلام. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലുണ്ടായിരിക്കെ മദീനക്കാരായ സ്വഹാബിമാരോട് പറഞ്ഞു, നാളെ ഒരു വിഭാഗം ആളുകൾ മദീനത്തേക്കെത്തും. അവർ ഹും അറഖു ഖുലൂബൻ ലിൽ ഇസ്ലാം, ഇസ്ലാമിനോട് ദീനിലേക്ക് അവരുടെ ഹൃദയം വളരെ ലോലമാണ്. ഹൃദയം വളരെ ലോലമായ ആളുകൾ. ദീനിൻ്റെ വിഷയങ്ങൾ പറയുമ്പോഴേക്കും അവർക്ക് കരച്ചിൽ വരും, അവർ കണ്ണുകൾ നനയും, കണ്ഠമിടറും, ഭാവഭേദങ്ങളുണ്ടാകും. അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർക്കുമ്പോഴേക്കും അവർക്ക് കോരിത്തരിപ്പുണ്ടാകും. അങ്ങനത്തെ ഒരു വിഭാഗം നാളെ മദീനത്തേക്ക് എത്തുമെന്ന് നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊരു വഹീൻ്റെ വെളിച്ചത്തിൽ പറയുന്ന വാക്കാണ്. കാരണം അന്ന് ഇന്നത്തെ പോലെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളൊന്നുമില്ലല്ലോ. തങ്ങൾക്കറിയാം അവർ നാളെ എത്തുമെന്ന്. അവരെല്ലാവരും കാത്തിരുന്നു. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പുകഴ്ത്തി പറയാൻ മാത്രം ആരായിരിക്കും ആ വരാൻ പോകുന്നത്? അപ്പം അങ്ങനെ ഒരു മദീന കാത്തൊരുങ്ങി നിൽക്കുകയാണ്. മദീനക്കാർ തന്നെ ഹൃദയം ലോലമായവരാണ്. അവരെക്കാളും ലോലമായ ഹൃദയമുള്ളവരാരായിരിക്കും? ഏത് നാട്ടുകാരാണാവോ ഈ വരാൻ പോകുന്നത് എന്ന് നോക്കുമ്പോൾ അവിടെ ഒരു വിഭാഗം നാട്ടുകാർ വന്നു. ആരായിരിക്കും? ഈ നാട്ടുകാരായിരിക്കുന്ന നിങ്ങൾ കാണുന്നത്? അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞു യമനികളാണ്. ശരിയാണ്, ശരിയായ ഉത്തരമാണ്. ബാറക്കല്ലാഹു ഫീക്കും. സമ്മാനം തരാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്, സമ്മാനം കിട്ടിയതായിട്ടങ്ങ് വിചാരിക്കണം. യമനികളാണ്. ഫഖദിമൽ അശ്അരിയൂൻ, അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിൻ്റെ നാട്ടുകാർ, ആ കബീലക്കാരാണ് കടന്നു വന്നത്, യമനികൾ. അങ്ങനെ ഒരു വിഭാഗമുണ്ട് യമനിൽ. അൽ ഈമാനു യമാനിൻ വൽ ഫിഖ്ഹു യമാനിൻ വൽ ഹിക്മത്തു യമാനിയ എന്ന ഹദീസുണ്ട്. അൽ ഈമാനു യമാനിൻ, ഈമാൻ യമനികളുടേതാണ് ഈമാൻ. വൽ ഫിഖ്ഹു യമാനിൻ, ഫിഖ്ഹും ദീൻ പഠിച്ച് മനസ്സിലാക്കുന്നതും യമനികളുടേതാണ്. വളരെ മനോഹരമായ രീതി. പിന്നെ പറഞ്ഞു വൽ ഹിക്മത്തു യമാനിയ,
യമനിൽ നിന്നാണ് ഹിക്മത്തുണ്ടാവുക, തത്വജ്ഞാനമുണ്ടാവുക എന്നും പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു അവരൊക്കെ പാവപ്പെട്ട ആളുകളായിരുന്നു. പക്ഷേ തങ്ങളോട് വലിയ മഹബത്താണ്. അവർ മദീനത്തേക്ക് എത്തിയപ്പോഴേ അവർ സഫായിട്ട് നിന്നു. എന്നിട്ട് പറഞ്ഞു, നമുക്കൊരു പാട്ട് പാടിയിട്ട് അങ്ങോട്ട് കിടക്കാം. അന്നൊക്കെ നഗരങ്ങൾക്ക് ചില മതിലുകളുണ്ട്. ആ മതിലിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോഴേ നഗരമാവുള്ളൂ. ഇന്നങ്ങനെയൊന്നുമില്ല. ഇന്ന് ബോർഡർ സെക്യൂരിറ്റി അത്രേ ഉണ്ടാവുള്ളൂ. അന്നൊക്കെ നഗരങ്ങൾക്ക് മതിൽ കെട്ടുകളുണ്ട്, നഗരങ്ങളുടെ കവാടങ്ങളുണ്ടാവും. അത് തുറന്നു കൊടുത്താലേ വരാൻ കഴിയുള്ളൂ. ലഇൻ റജഅനാ ഇലൽ മദീനതി ലയുഖ്രിജന്നൽ അഅസ്സു മിൻഹൽ അദൽ. സൂറത്തുൽ മുനാഫിഖൂനിൽ ഇത് പറഞ്ഞത് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന് പറയുന്ന ഒരു മുനാഫിഖായ മനുഷ്യനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ലഇൻ റജഅനാ ഇലൽ മദീന, ഞങ്ങൾ മദീനത്തേക്ക് എത്തിയാൽ ലയുഖ്രിജന്നൽ അഅസ്സു മിൻഹൽ അദൽ, ആ നാട്ടിലെ പ്രമാണിമാർ, അവിടുത്തെ നിന്ദ്യന്മാരായ ആളുകളെ അവിടെ നിന്നെടുത്ത് പുറത്താക്കും എന്ന് പറഞ്ഞു. അദ്ദേഹം ഉദ്ദേശിച്ചത് കപടവിശ്വാസികളും ബഹുദൈവാരാധകരുമായ ആളുകളൊക്കെ കൂടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അവിടുത്തെ അനുയായികളെയും മദീനയിൽ നിന്ന് പുറത്താക്കുമെന്നാണ് ഉദ്ദേശിച്ചത്. അതെല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തു. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് എന്ന് പറയുന്ന മുനാഫിക്കുകളുടെ നേതാവിൻ്റെ ഒരു മകനുണ്ട്. അദ്ദേഹം നബി തങ്ങളുടെ സ്വഹാബിയാണ്. അവരുടെ പേരും അബ്ദുള്ള എന്നാണ്. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ, അബ്ദുള്ളയുടെ മകൻ അബ്ദുള്ള. ഈ അബ്ദുള്ള എന്ന മകൻ സ്വഹാബിയാണ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അരികത്തേക്ക് വന്നിട്ട് പറഞ്ഞൊരു വാക്ക്, നബിയെ ലയുഖ്രിജന്നൽ അഅസ്സു മിൻഹൽ അദൽ. അത് ആയത്തായിട്ടാണ് അവതരിക്കുന്നത്. പിന്നെ ആ ആശയം തങ്ങൾ അറിഞ്ഞോ? എൻ്റെ വാപ്പയാണത് പറഞ്ഞത്. എൻ്റെ വാപ്പ മദീനത്തേക്ക് കച്ചവടം കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ, അല്ലെങ്കിൽ തബൂക്കിൽ നിന്ന് തിരിച്ചെത്തിയാൽ, അവരിവിടെ നിന്ന് അങ്ങയെയും അനുയായികളെയും പുറത്താക്കുമെന്ന് പറഞ്ഞു. പുന്നാര നബിയെ, എൻ്റെ വാപ്പയാണെന്നും ഞാൻ നോക്കൂല. അങ്ങേക്ക് സമ്മതമാണെങ്കിൽ എൻ്റെ വാപ്പയുടെ തലയെടുത്ത് ഞാൻ അവിടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. തങ്ങൾ പറഞ്ഞു, വേണ്ട, അങ്ങനെയൊന്നും ചെയ്യരുത്, അങ്ങനെയൊന്നും ചെയ്യരുത്. എന്നാലും നബി, എൻ്റെ വാപ്പ പറഞ്ഞ ശരിയായിട്ടില്ല. അങ്ങനെയൊക്കെ പറഞ്ഞാലും ഞാനൊരു കാര്യം കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ വാപ്പ കച്ചവടം കഴിഞ്ഞ് വരികയാണ്. അന്ന് മദീനത്തിനൊരു കവാടമുണ്ട്. ആ വാതിലങ്ങോട്ട് അടച്ചിട്ട് അവിടെ നിന്നു വാളും പിടിച്ചിട്ട് ഈ അബ്ദുള്ള എന്ന മകൻ. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഉപ്പയായ നിങ്ങളല്ലേ എൻ്റെ റസൂലിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത്, ലയുഖ്രിജന്നൽ അഅസ്സു മിൻഹൽ അദൽ. എന്നാൽ നിങ്ങൾക്കറിയണോ, വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ, അള്ളാഹുവിനും അവൻ്റെ റസൂലിനും മുഅ്മിനീങ്ങൾക്കുമാണ് ഇസ്സത്ത് എന്ന് ഞാൻ കാണിച്ചു തരാം. ഈ വാതിൽ പടികടന്ന മദീനത്തേക്ക് ചവിട്ടാൻ ഞാൻ സമ്മതിക്കൂല, മുത്തുനബി സമ്മതം തരുന്നവരെ. അവിടെ സ്റ്റോപ്പ് ചെയ്തു വാപ്പാനെ. വന്ന മദീനത്തിന് ഒരു കവാടമുണ്ടെന്നാണ്, ഒരു എൻട്രി പോയിന്റ് ഉണ്ടാവും. ചില നഗരങ്ങൾക്കൊരു എൻട്രി പോയിന്റ് ഉണ്ടാവും. ഇപ്പം സമർഖന്ത് അങ്ങനത്തെ ഒരു സ്ഥലമാണ്. സമർഖന്തിന് ഇപ്പോഴും പഴയ ഒരു കോട്ടയുടെ അവശിഷ്ടങ്ങളുണ്ട്. ഒരു നഗരത്തിൻ്റെ ബോർഡറാണത്. അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്നുകൊണ്ടാണ് ഖുതൈബത്ത് ബിൻ മുസ്ലിം അൽ ബാഹിലി റഹ്മത്തുള്ളാഹി തആല അലൈഹിയുടെ പടയോട്ടമെന്നുണ്ടായത്. അങ്ങനെയാണ് സമർഖന്ത് വിജയിക്കുന്നത്. സമർഖന്തിൻ്റെ ആ കോട്ടയുടെ അവശിഷ്ടങ്ങളൊക്കെ ഇപ്പോഴും അവിടെ ബാക്കിയുണ്ട്. സമർഖന്ത് ഉസ്ബെക്കിസ്ഥാനാണ്. അടുത്ത ആഴ്ച ഞങ്ങൾ പോകുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. കോട്ടയുടെ ഭാഗം ഇപ്പോഴും ബാക്കിയുണ്ട്. അന്നത്തെ സംഭവമാണത്. 1300 കൊല്ലങ്ങൾക്ക് മുമ്പ് ഉണ്ടായ നഗരത്തിൻ്റെ ഭിത്തികളാണത്. അബ്ദുല്ലാഹിബ്നു ഉബയ്യ് റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞപ്പോഴേ അവരൊക്കെ വന്ന് കാല് പിടിച്ചു വന്ന ഖുറൈശി നേതാക്കന്മാർക്ക് വാപ്പല്ലോടോ, നിന്റെ വാപ്പല്ലേ ഞങ്ങളുടെ നേതാവ്, വാപ്പ വന്നിട്ട് വാപ്പാനെ വിടില്ല എന്നൊക്കെ പറഞ്ഞാൽ, ഇപ്പം പറഞ്ഞു, മദീനത്തെ മണ്ണിലേക്ക് ചവിട്ടാൻ ഞാൻ സമ്മതിക്കൂല, അള്ളാഹിൻ്റെ റസൂൽ അനുമതി തരുന്നത് വരെ. അങ്ങനെ ഇവർ ചെന്നിട്ട് പരാതി പറഞ്ഞു, നബിയെ, നിങ്ങളുടെ ആളല്ലേ അബ്ദുള്ള, ഞങ്ങളുടെ അബ്ദുള്ളാന്റെ മകൻ അബ്ദുള്ള മദീനത്തേക്ക് ചവിട്ടാൻ വിടൂല എന്നാ പറയണത്. നിങ്ങളൊന്ന് ഇടപെടണം നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ തങ്ങൾ ഇടപെട്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. ദഅഹു വ മസ്കനഹു,
അബ്ദുള്ള വിട്ടേക്ക്, വാപ്പല്ലേ, വാപ്പ പോയി പാർത്തോട്ടെ, മദീനത്തൊന്ന് കിടന്നുറങ്ങല്ലേ ഉള്ളൂ, നീ വിട്ടേക്ക്, നിരുപാധികം വാപ്പയെ വിട്ടയക്കണം എന്ന് പറഞ്ഞ് നബി തങ്ങൾ ശുപാർശ ചെയ്തു ഈ മുനാഫിക്കിന് വേണ്ടി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ ആ വിശാല മനസ്കത ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. എങ്ങനെയൊക്കെ നബിയെ വേദനിപ്പിച്ച ആളായാളെന്നറിയോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കി. അന്ന് ഫേസ്ബുക്കും യൂട്യൂബും വാട്സപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭാഗ്യം. അല്ലെ എന്തായിരിക്കും കോലാഹലം? ആർക്കും എന്തും പറഞ്ഞൂടെ? മുത്തുനബി അത്രയ്ക്ക് വിഷമിച്ചു പോയില്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടും തങ്ങൾ സാരല്ല, വിട്ടുകള. വേറെയും ഒരുപാട് സംഭവങ്ങളുണ്ട്. അന്ന് മദീനത്തേക്ക് ഒരു ബോർഡർ ഉണ്ട്, ഒരു ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറി കടന്നു വരാൻ സമ്മതിച്ചില്ല എന്നാണ്. അങ്ങനെ അവസാനം തങ്ങൾ സമ്മതിച്ചു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ റസൂലിൻ്റെ അനുമതിയോടുകൂടെ വാപ്പാക്ക് ഇങ്ങോട്ട് ചവിട്ടാന്ന് പറഞ്ഞു. അത്രയും ധീരനായ മോനായിരുന്നു. ഈ മുനാഫിക്ക് മരിക്കുമ്പോഴേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു കമീസ് വേണമെന്ന് പറഞ്ഞു. നബി, എനിക്ക് അങ്ങയുടെ കമീസ് വേണം. ഒന്നുമില്ല, അത് പുതച്ചെന്നെ കിടത്തിയാൽ ഖബറിൽ എനിക്ക് അദാബ് ഉണ്ടാവില്ല എന്ന് എനിക്ക് അറിയാം. ആരെ? മുനാഫിക്കിന്റെ നേതാവ്. ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ ഏറ്റവും താഴത്തെ ചൂടുള്ള, ഏറ്റവും കഠിനമായ ചൂടുള്ള നരകത്തിന്റെ ശിക്ഷ മുനാഫിക്കുകൾക്കാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ 1-ാം നമ്പറാണ് ഈ മനുഷ്യൻ. പക്ഷെ അയാൾക്കൊരു വിശ്വാസം. അങ്ങനെയൊക്കെ ആണെങ്കിലും അങ്ങനെ ഉണ്ടാവുമല്ലോ, ചില ആശയങ്ങളും ചില ആദർശങ്ങളും വെച്ച് പുലർത്തി ജീവിക്കുകയാണെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഇസ്ലാം എന്ന് പുറത്തു പോയി എന്നൊക്കെ പറഞ്ഞാൽ എക്സ് മുസ്ലിം, ഒരു എക്സ് മുസ്ലിം എന്ന് പറയും. ഒരു മുസ്ലിം അല്ല എന്ന് പറഞ്ഞാൽ എക്സ് മുസ്ലിം. അപ്പോൾ അതിൽ മുസ്ലിം ഉണ്ടല്ലോ, ആ വാക്ക് തന്നെ മുസ്ലിം ഉണ്ട്. പെട്ടെന്ന് ഇത് എടുത്തു മാറ്റാൻ കഴിയില്ല. അത് ജീവനോളം നമ്മുടെ ആത്മാവും ശ്വാസവുമായി മാറിയ ഒരു സംവിധാനമാണ്. അപ്പോൾ പിന്നെ അതിനെങ്ങനെ കല്ലെറിയുമ്പോഴവർക്ക് ഇങ്ങനെ ഞാൻ പോകുന്നത് ശരിയായി എന്ന് ഇവർക്ക് ബാക്കിയുള്ളവരെ ബോധിപ്പിക്കണം. എനിക്ക് സമാധാനമാണെന്ന് ബാക്കിയുള്ളവരെ ധരിപ്പിക്കണം. അതിനുവേണ്ടിയാണ് ഇങ്ങനെ നിരന്തരം കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുക, ഇസ്ലാമിനെ എറിഞ്ഞുകൊണ്ടിരിക്കുക. അത് നിർത്താൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ ഇസ്ലാമുമായുള്ള ബന്ധം എവിടെയോ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ പുറത്താണെന്ന് പറഞ്ഞാലും അകത്താണവർ. അതാണ് ദീനിൻ്റെ ഒരു വിഷയം. അതാണ് അത് മനസ്സിലേക്ക് കയറി കൂടിക്കഴിഞ്ഞാൽ പിന്നെ ആ ബന്ധം പെട്ടെന്ന് പിടിച്ചു മാറ്റുക സാധ്യമല്ല. ചിലരങ്ങനെ കുറേ റോൾ ചെയ്ത് പോയിട്ട് അവസാനം തിരിച്ച് റോൾ ചെയ്യും. ചിലർ പിന്നെ അങ്ങനെ പോയി പോകും. പക്ഷെ എന്നാലും അവർ സ്വതന്ത്ര ചിന്തകരാണെന്ന് പറഞ്ഞാൽ ആ വഴിക്ക് പോയാൽ മതി. ഇല്ല, അവർ ഇസ്ലാമിനെ വിടൂല, ബാക്കിയൊക്കെ വിടും. കാരണം അവർക്കിത് വിടാൻ, ആ ബന്ധം വിടാൻ കഴിയില്ല. അതാണ് അത് നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ ആ ഒരു ബന്ധം അവിടെ ഉണ്ടാവുന്നു. അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സലൂൽ പറഞ്ഞു, എനിക്കൊരു കമീസ് വേണം. മരിക്കാനായപ്പോൾ സക്രാത്ത് കിടക്കുമ്പോൾ പറഞ്ഞതാണ്. മകനെ പറഞ്ഞയച്ചു തങ്ങളുടെ അടുത്തേക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തങ്ങളോട് ചോദിക്കുകയാണ്, നബിയെ, എൻ്റെ വാപ്പ മരിക്കാൻ കിടക്കുകയാണ്, വാപ്പാക്ക് അങ്ങയുടെ ഖമീസ് വേണമെന്ന് പറയുന്നു നബിയെ. തങ്ങൾ കൊടുത്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നൊന്നും അങ്ങനെ ഊരി കൊടുക്കാൻ മാത്രം കമീസൊന്നും ഉണ്ടാവില്ല. 1, 2 അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. തങ്ങൾ എടുത്തു കൊടുത്തു. വാപ്പ അങ്ങയെ ഒന്ന് കാണണമെന്ന് പറയുന്നുണ്ട്. വാപ്പാൻ്റെ വസിയത്തുണ്ട്, പറ്റുമെങ്കിൽ റസൂലുള്ളാഹിനെ കൊണ്ട് നിന്റെ മയ്യിത്ത് നിസ്കരിപ്പിക്കണം കേട്ടോ. ഇവിടെ മുനാഫിക്കങ്ങൾക്ക് മയ്യിത്ത് നിസ്കരിക്കാൻ തന്നെ പാടില്ല. കപട വിശ്വാസികളല്ലേ. നമുക്ക് ആരെപ്പറ്റി മുനാഫിക്കെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. പ്രത്യക്ഷത്തിൽ കലിമ ചൊല്ലിക്കഴിഞ്ഞാൽ മുസ്ലിമാണ്, ഖലാസ്. ഉള്ളിലുണ്ടോ ഇല്ല നമുക്ക് നോക്കാൻ പാടില്ല, നമുക്കറിയില്ല. അന്ന് വഹി വരും, ആരൊക്കെ മുനാഫിഖാണ് മുനാഫിഖല്ല എന്ന ലിസ്റ്റ് വരും നബി തങ്ങൾക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് വഹി വരുന്നത്. ലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദ. നബിയെ, ഈ വിഭാഗത്തിൽപ്പെട്ട മരിച്ചുപോയ ആരുടെ അരികത്ത് വന്നുകൊണ്ടും അള്ളാഹുവിനോട് പാപമോചനം അങ്ങ് ദുആ ചെയ്യാൻ പാടുള്ളതല്ല. വഇൻ തസ്തഗ്ഫിർ ലഹും 70 മറ ലൻ യഗ്ഫിറല്ലാഹു ലഹും. 70 തവണ എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് തവണ അങ്ങ് ഇവർക്ക് വേണ്ടി പാപമോചനം ചോദിച്ചാൽ പോലും ലൻ യഗ്ഫിറല്ലാഹു ലഹും, അള്ളാഹു പുറത്തു കൊടുക്കൂല. അങ്ങനത്തെ പണി ചെയ്തവരാണിവർ. തങ്ങൾ പറയാം 70 പ്രാവശ്യം എന്ന് അള്ളാഹു പറയുന്നിടത്ത് 70 എന്ന നമ്പറാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ 71 പ്രാവശ്യം ചൊല്ലിയിട്ടെങ്കിലും മാപ്പ് ചോദിക്കുമായിരുന്നു. പക്ഷേ അതിൻ്റെ ഉദ്ദേശം അങ്ങനെയല്ല. ഇനി ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ തങ്ങൾ
സ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ കൈ അഴിച്ചു പോന്നു എന്നാണ്. എന്നാലും അയാളെ മറവ് ചെയ്യാൻ വേണ്ടി തങ്ങൾ ഖബറിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരായത്? തങ്ങൾക്കെതിരെ ഏറ്റവും വലിയ റൂമർ ഉണ്ടാക്കിയ ആള്, തങ്ങൾക്കെതിരെ അന്ധമായ ബേസ്ലെസ് അക്യൂസേഷൻസ് ഹബീബായ തങ്ങളുടെ മേൽ ഉണ്ടാക്കിയ ആള്. അതാണ് റസൂലുള്ളാഹി തങ്ങളുടെ രീതി. ജനങ്ങൾ അങ്ങനെയാണ്. അതിനെ എങ്ങനെ നേരിടണം, എന്ത് നിലപാടുകൾ എടുക്കണം എന്ന് റസൂലുള്ളാഹി നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഹബീബിൻ്റെ സുന്നത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതായിരുന്നാലും അശ്അരികൾ മദീനത്തേക്ക് വരികയാണ്. യഖ്ദുമു അലൈക്കും, നിങ്ങളുടെ മുമ്പിലേക്ക് നാളെ വരും. അഖ്വാമുൻഹും അറഖു ഖുലൂബൻ ലിൽ ഇസ്ലാം, ഹൃദയം വളരെ ലോലമായ ഒരു വിഭാഗം ആളുകൾ നാളെ മദീനത്തേക്ക് കടന്നു വരും. അപ്പൊ നാളെ ആവാൻ വേണ്ടി സ്വഹാബിമാർ കാത്തിരുന്നു. ആരാണാവോ ആ വരാൻ പോകുന്നത്? ഫഖദിമൽ അശ്അരിയൂൻ, അശ്അരികൾ കടന്നു വന്നു. അശ്അരി കുടുംബം യമനിലെ അറിയപ്പെട്ട കുടുംബമാണ്, മക്കയിൽ അറിയപ്പെട്ട കുടുംബമാണ് ഖുറൈശികൾ എന്നതുപോലെ അശ്അരികൾ യമനിൽ അറിയപ്പെട്ട കുടുംബമാണ്. അവരിൽപ്പെട്ട സ്വഹാബിയാണ് അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു. അശ്അരികളുടെ ടെന്റുകളൊക്കെ നബി ഞങ്ങൾക്ക് പ്രത്യേകം അറിയാം എന്ന് പറയാറുണ്ട് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. യാത്ര പോകുമ്പോൾ യമനികളായ അശ്അരികളും അൻസാരികളും മുഹാജിറുകളും പല നാട്ടുകാരുണ്ടാവുമല്ലോ കൂടെ. അപ്പൊ അവരൊക്കെ ഓരോരുത്തരും കുടുംബക്കാർ ഒരുമിച്ചാണ് താമസിക്കുക. അപ്പൊ അവർ ഒരുമിച്ച് താമസിക്കുമ്പോൾ തങ്ങൾ പറയും, അശ്അരികൾ എവിടെയാണ് ടെന്റ് കെട്ടിയത് എന്ന് എനിക്ക് പ്രത്യേകം അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു. കാരണം ഇരുട്ടത്തൊന്നും അറിയില്ലല്ലോ, ആരെവിടെയാ കിടക്കണമെന്ന് അറിയില്ല, സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ലല്ലോ, മരുഭൂമിയല്ലേ. എനിക്ക് അശ്അരികളുടെ ടെന്റ് എവിടെയാണെന്ന് അറിയാൻ പറ്റുന്നു. അപ്പൊ സ്വഹാബിമാരൊക്കെ, അതെങ്ങനെ നബി, ഞങ്ങളൊന്നും അറിയാതെ അശ്അരികളെ മാത്രം അറിയുന്നത്? അപ്പൊ പറഞ്ഞു, ലഹും ദവിയുൻ കദവിയിൻ നഹ്ലി ബിൽ ഖുർആൻ, തേനീച്ചകളുടെ മൂളക്കം പോലെ അശ്അരികളൊക്കെ അവരുടെ ടെന്റിലിരുന്ന് ഖുർആൻ ഓതുന്നവരാണ്. മെല്ലെങ്ങനെ ഓതുന്നത് കേൾക്കാം. അപ്പോൾ മനസ്സിലാവുന്നത് അശ്അരികളുടെ ടെന്റാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനത്തെവരാണ് അശ്അരികൾ. അങ്ങനെ അബൂ മൂസൽ അശ്അരി തങ്ങളാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ യമനികളൊക്കെ യമനിൽ വന്നാൽ അബൂ മൂസൽ അശ്അരി നമ്മളെപ്പറ്റി റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ആ ഹദീസ് ഒന്ന് പറഞ്ഞരി എന്ന് പറയും. അപ്പോൾ അബൂ മൂസൽ അശ്അരി തങ്ങൾ കുപ്പായൊക്കെ റെഡിയാക്കി ഇരുന്നിട്ട് ആ കഥ പറഞ്ഞു കൊടുക്കും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് യമനികൾക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അശ്അരികളെ പറ്റി പറഞ്ഞ ഹദീസ്. ഒമാനികളെ പറ്റി പറഞ്ഞൊരു ഹദീസ് ഉണ്ട്, അറിയോ? ഒമാനികളെ പറ്റി പറഞ്ഞൊരു ഹദീസ് ഉണ്ട്, സ്വഹീഹ് മുസ്ലിമിലുണ്ട് ഹദീസ്. ലൗ അഹ്ല ഉമാനിൻ അതൈത മാ ضربوك വമാ മാ സബ്ബൂക വമാ ضربوك മാ ضربوك വമാ ഖതലൂക. ഒരു സ്വഹാബി ഒരു ഗോത്രത്തിലേക്ക് ദീൻ പഠിപ്പിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവർ ആ സ്വഹാബിയെ അടിച്ചു, ദേഹോപദ്രവം ചെയ്ത് ഓടിച്ചു. അപ്പൊ തങ്ങൾ പറഞ്ഞ ഒരു വാക്കാണ് ലൗ അഹ്ല ഉമാനിൻ അതൈത്, നിങ്ങൾ ഉമാനികളുടെ അടുത്തേക്കാണ് പോയിരുന്നതെങ്കിൽ മാ ضربوك വമാ ഖതലൂക, അവർ നിങ്ങളെ കൊല്ലുകയോ നിങ്ങൾ അടിക്കുകയോ ഒന്നും ഒമാനികൾ ചെയ്യൂല. ഈ ഹദീസ് ഒമാൻ പുതിയ എയർപോർട്ടിൽ എമിഗ്രേഷൻ്റെ നേരെ ബാക്കിൽ നമ്മൾ ലൈനിൽ നിന്നാൽ ബാക്കോട്ട് നോക്കിയാൽ ചുമരുമ കാണും. ഈ ഹദീസ് എഴുതിയിട്ടുണ്ട് അവിടെ. വലൗ അഹ്ല ഉമാനിൻ അതൈത്, ഉമാനികളുടെ അടുത്ത് പോയാൽ അവർ നിങ്ങളെ ചീത്ത പറയൂല. അവർ അഭിമാനത്തോടെ പറയുന്ന ഹദീസാണത്. ഞങ്ങളാരും ചീത്ത പറയൂല, ഞങ്ങളാരും പ്രഹരിക്കൂല, ഞങ്ങൾ വളരെ സമാധാനപ്രിയരാണ്. ഇത് ഞങ്ങളെപ്പറ്റി റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ മദ്ഹാൻ. സ്വഹീഹ് മുസ്ലിമിൽ ഹദീസ്, വളരെ പ്രബലമായ ഹദീസാണത്. അപ്പോൾ ഓരോ വിഭാഗക്കാരും അവരവരെ പറ്റി പറയുന്ന ഹദീസുകളൊക്കെ അവരെടുത്ത് പറഞ്ഞു വെക്കും. അവരുടെ അഭിമാനമാണത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒമാനിൽ വന്നിട്ടൊന്നുമില്ല, പക്ഷെ തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ലൗ അഹ്ല ഉമാനിൻ അതൈത്. മാഇസ് ഇബ്നു ഖദൂബ എന്ന് പറയുന്ന ഒരു സ്വഹാബിയുണ്ട് സമായിലിൽ, നിസ്വയിൽ നിന്ന് സലാലിലേക്ക് പോകുന്ന റൂട്ടിൽ ഒരു മലയുടെ ചെരുവിൽ. നബി തങ്ങളുടെ സ്വഹാബിമാർ വന്നിട്ടുണ്ട് അവിടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം വലൗ അഹ്ല ഉമാൻ. ഉമാനികളെ കാണുമ്പോഴൊക്കെ ആ ഹദീസ് നമ്മൾ പറഞ്ഞു, ഒരു ഭയങ്കര ഇഷ്ടമാണ്. അവർ ബാക്കി അവരെന്നെ പറഞ്ഞുതരും, അവരിത് മനപ്പാടാക്കി വെച്ചിരിക്കുകയാണ്. എന്ന പോലെ അബൂ മൂസൽ അശ്അരി തങ്ങളെ കാണുമ്പോഴേ യമനികളൊക്കെ അശ്അരി തങ്ങളെ റസൂലുള്ളാഹി തങ്ങൾ ഞങ്ങളെപ്പറ്റി പറഞ്ഞ ഹദീസും പറഞ്ഞിരുന്നു പറയും. താബിഈങ്ങളും താബിഈങ്ങളൊക്കെ വന്ന കാലം, മാഷാ അല്ലാഹ്, അശ്അരികൾ അങ്ങനെയാണ്. അപ്പം തങ്ങൾ പ്രത്യേകമായി പറഞ്ഞു, അവർ ഭയങ്കര ഖുർആൻ ഓതുന്നവരാണ്. അവരിങ്ങനെ രാത്രികാലങ്ങളിൽ ഒരു മൂളക്കം കേൾക്കാൻ പറ്റും, തേനീച്ചകളുടെ മൂളക്കം പോലെ ഒരു മൂളക്കം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതായിട്ട് അശ്അരികളുടേത് എനിക്കറിയാം. അപ്പം എനിക്ക് മനസ്സിലാകും ഇത് അശ്അരികളുടെ ടെൻ്റാണ് എന്ന്. അങ്ങനെ എനിക്ക് അശ്അരികളെ അറിയാം.
എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവരിങ്ങനെ വന്ന് നിൽക്കുമ്പോൾ മദീനയുടെ കവാടത്തിൻ്റെ അടുത്ത് നിന്നപ്പോൾ അബൂ മൂസ അശ്അരി തങ്ങൾ എല്ലാവരോടും ഒന്ന് റെഡിയായി നിൽക്കുമെന്ന് പറഞ്ഞു. നമ്മളൊരു പാട്ട് പാടിയിട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും സഫായിട്ട് നിന്നു. അവർ നേരത്തെ യമനെന്ന് പുറപ്പെടുമ്പോൾ പാടി തുടങ്ങിയൊരു പാട്ടാണത്. അത് മദീനയിൽ എത്തിയപ്പോൾ അങ്ങനെ തന്നെ പാടിയതാണ്. ആ പാട്ടാണ് ഗദന്നൽ ഖല്ലഹിബ്ബ മുഹമ്മദൻ വസ്വഹ്ബ. രണ്ട് ചെറിയ വരികളാണ്. ഗദന്നൽ ഖല്ലഹിബ്ബ മുഹമ്മദൻ വസ്വഹ്ബ. ബിലാൽ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നതിൻ്റെ ഏതാനും സെക്കൻഡുകൾക്ക് മുമ്പ് ഈ വരി പാടിയിട്ടുണ്ട്. എന്നിട്ടാ കലിമ ചൊല്ലിയത്. ഗദന്നൽ ഖല്ലഹിബ്ബ, നാളെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ആളുകളൊക്കെ നമ്മൾ കാണുന്നത്. മുഹമ്മദൻ വസ്വഹ്ബ, അത് മുഹമ്മദ് നബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വസ്വഹ്ബഹു, അവിടുത്തെ സ്വഹാബിമാരുമാണ്. നബിതങ്ങളെയും അവിടുത്തെ സ്വഹാബിമാരെയും നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണുന്ന ദിവസമാണ് നാളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ യമനിൽ തന്നെ വരുന്നത്. നാളെ നമ്മൾ കാണും, നാളെ കാണും. നാളെ എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന ദിവസം എന്നതിനർത്ഥമുള്ളൂ. അങ്ങനെ അവർ മദീനത്തേക്ക് വന്നപ്പോൾ ഈ പാട്ടും പാടിയിട്ടാണ് വരുന്നത്. അപ്പോൾ സ്വഹാബിമാരൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴേ ഇവരങ്ങ് ചെന്ന് കെട്ടിപ്പിടിച്ചു എന്നാ. അവരാണ് അവ്വലുമൻ സന്നൽ മുസാഫഹ, അവ്വലുമൻ അഹ്ദസൽ മുസാഫഹ. ഇവിടെ മുസാഫഹ എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിക്കുക. യാത്ര കഴിഞ്ഞൊരു പിന്നെ ആലിംഗനം ചെയ്യൂലേ, തോൾ പിടിച്ചിട്ട്. അപ്പോൾ വലതു ഭാഗത്താണ് നമ്മൾ തോൾ വെക്കുന്നത്. ഇയാളുടെ വലതു ഭാഗത്ത് തോൾ വെച്ചാൽ ഇയാൾ വെക്കുന്നത് മറ്റേ ആളെ വലതു ഭാഗത്തായിരിക്കും. ആദ്യം ഇടത്ത് വന്നാൽ മറ്റേ ആളുടെ അടുത്തേക്കായി പോകും. വലത് തോളിലേക്കാണ് നമ്മൾ ശിരസ് വെക്കുക. അങ്ങനെയാണ് ആലിംഗനം ചെയ്യുക. അത് ആദ്യമായി തുടങ്ങിയത് ഈ അശ്അരികളാണെന്ന് അവർ തുടങ്ങിയതാണത്. അത് പിന്നെ ചര്യയായി മാറി. യാത്ര കഴിഞ്ഞ് വരുമ്പോൾ, യാത്രയ്ക്ക് പോകുമ്പോൾ, യാത്ര അയക്കുമ്പോൾ ഒരു ആലിംഗനം ചെയ്യൽ സുന്നത്താണ്. അത് കൂലിയുള്ള കാര്യമാണ്. അങ്ങനെ ഒരു ചര്യയുണ്ട് സ്വഹാബികൾക്കിടയിൽ. അതാദ്യം തുടങ്ങിയത് ഈ അശ്അരികളാണ്. ഇവരാണെങ്കിലോ ഹൃദയം വളരെ ലോലമായവരാണ്. അറഖു ഖുലൂബൻ ലിൽ ഇസ്ലാം, ദീൻ എന്ത് പറഞ്ഞാലും അതനുസരിക്കാനും സ്നേഹത്തോടെ ഉൾക്കൊള്ളാനും കഴിയുന്ന ഹൃദയം നിറയെ സ്നേഹമുള്ള അശ്അരികൾ നാളെ വരുന്നു എന്നാ തങ്ങൾ പറയുന്നത്. പേര് പറഞ്ഞില്ല, വന്നപ്പോഴേ അറിയുന്നത് അശ്അരികളാണെന്ന്. അവർ പാടിയ പാട്ടതാണ് ഗദന്നൽ ഖല്ലഹിബ്ബ മുഹമ്മദൻ വസ്വഹ്ബ. നാളെയാണ് നമ്മളെ പ്രിയപ്പെട്ടവരെ കാണുന്നത്. മുഹമ്മദൻ വസ്വഹ്ബ, മുഹമ്മദ് നബി തങ്ങളെയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്വഹ്ബഹു, അവിടുത്തെ സ്വഹാബിമാരെയും. ബിലാൽ എന്നിവർ വഫാത്താകുമ്പോൾ കരഞ്ഞപ്പോൾ ഭാര്യ കരഞ്ഞല്ലോ. അപ്പോൾ ബിലാൽ തങ്ങൾ പറഞ്ഞു, എന്തിനാ നീ കരയുന്നത്? എന്നിട്ട് ഈ പാട്ടങ്ങ് പാടി. നാളെയല്ലയോ പ്രിയപ്പെട്ടവരെ ഞാൻ കാണുന്നത്. മരിച്ചുപോയാൽ ഖബറിൽ ചെല്ലുമ്പോൾ മുഹമ്മദൻ വസ്വഹ്ബ, മുഹമ്മദ് തങ്ങളെയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഹാബിനെയും ഞാൻ കാണാൻ പോവുകയാണ് എന്ന് പറഞ്ഞത് സയ്യിദുന ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഡമസ്കസിൽ വെച്ചിട്ട്. അവസാന കാലം ഡമസ്കസിലാണ്. ബിലാൽ എന്നവരുടെ ഖബറിൽ ഡമസ്കസിലാണ്, സിറിയയിലാണ്. അള്ളാഹു നാടുകളൊക്കെ അള്ളാഹുവിൻ്റെ ഹിഫ്ദിലും അള്ളാഹുവിൻ്റെ സലാമത്തിലും അള്ളാഹു ആക്കി കൊടുക്കട്ടെ. അബ്ദുല്ലാഹി ഇബ്നു അബീ സക്കരിയ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ലൗ ഖുയ്യിർതു ബൈന അൻ നുഅമ്മറ 100 സനത്തിൻ ഫീ ത്വാഅത്തില്ലാഹ് ഔ അൻ ഉഖ്ബള ഫീ യൗമി ഹാദാ ഔ ഫീ സാഅതി ഹാദിഹി. ഞാൻ നിൽക്കുന്ന ഈ മണിക്കൂറിൽ, ഈ സമയം അള്ളാഹു എൻ്റെ റൂഹിനെ പിടിക്കുകയോ ഇന്നത്തെ ദിവസം അള്ളാഹു എൻ്റെ റൂഹിനെ പിടിക്കുകയോ ചെയ്യുക ഒരു കാര്യം, അല്ലെങ്കിൽ എനിക്കൊരു 100 കൊല്ലം ഇനിയും ആയുസ് തരാം. ഇങ്ങനെ 2 ഓപ്ഷൻ എൻ്റെ മുമ്പിലേക്ക് വന്നാൽ ലഖ്തർതു അൻ ഉഖ്ബള, എൻ്റെ റൂഹിനെ ഇപ്പോൾ പിടിച്ചോളൂ എന്നാണ് ഞാൻ അള്ളാഹുവിനോട് പറയുക. ശൗഖൻ ഇലല്ലാഹി അസ്സ വജല്ല വ ഇലാ റസൂലിഹി വ ഇല സ്വാലിഹീന മിൻ ഇബാദിഹി. എനിക്ക് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോകാനും റസൂലുള്ളാഹി തങ്ങളുടെ അടുത്തേക്ക് പോകാനും സ്വാലിഹീങ്ങളായ ആളുകളെ ചെന്ന് കാണാനും ഇവിടുന്ന് പോയാലല്ലേ നടക്കുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് പെട്ടെന്ന് പോവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കുറേ കാലം ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നാറില്ല. ഷൗഖൻ ഇലല്ലാഹി വറസൂലിഹി വഇലാ ഇബാദിഹി സ്വാലിഹീൻ വഇല സ്വാലിഹീന മിൻ ഇബാദിഹി. അല്ലാഹുവിൻ്റെ അടിമകളിൽ സ്വാലിഹീങ്ങളായ ആളുകളെ, സജ്ജനങ്ങളെ, അല്ലാഹുവിൻ്റെ റസൂലിനെ, അല്ലാഹുവിനെ, അവരെയൊക്കെ കാണാനുള്ള കൊതി കൊണ്ട് ഇനിയൊരു 100 കൊല്ലം ഇവിടെ നിൽക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല.
മഹാന്മാരുടെ ജീവിതത്തിൻ്റെ വലിയ പ്രത്യേകത എന്താ വെച്ചാൽ, ചിലരൊക്കെ പറയാറുണ്ട്, നാളെ നിങ്ങൾ മരിക്കും എന്ന് എന്നോട് മലക്കുൽ മൗത്ത് വന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഇപ്പം ചെയ്യുന്ന അമലിലേറെ ചെയ്യാനൊന്നും എനിക്കുണ്ടാവില്ല. കാരണം അവർ മാക്സിമത്തിലാണ് ഓടുന്നത്, ഏറ്റവും ടോപ്പിലാണ് അവർ ഓടുന്നത്. അതിലേറെ കൂട്ടാനൊന്നും ഇല്ല, ഇത്ര തന്നെ ചെയ്യാനുള്ളൂ. നാളെ ഓക്കെ. മറ്റേ നമ്മൾ വിചാരിക്കില്ല, പഠിച്ചവനെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, ഞാനൊന്ന് തുടങ്ങട്ടെ, ഒന്ന് തുടങ്ങി വെക്കട്ടെ, എന്തെങ്കിലും ഒന്ന് ചെയ്യട്ടെ, നിസ്കാരം കുറെ ഖളാ വിട്ടാണ്ടല്ലോ പഠിച്ചവനെ നിസ്കരിക്കട്ടെ, കാരണം ഞാനൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ പറയുന്നവരാണ് ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ. പക്ഷെ ചില ആളുകളെങ്കിലും മസ്ദാദ ഫി അമലിഹി ഷൈആ, ചില മഹാന്മാരെ സംബന്ധിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദുൽ മുൻഖദിർ തങ്ങളെക്കുറിച്ച്, ഇനിയൊന്നും ചെയ്യാൻ ബാക്കിയില്ല, ഒക്കെ മാക്സിമത്തിലാണ് ഓടുന്നത്. അവിടെ നാളെ മരിക്കുക എന്ന് വിചാരിച്ച് ഇന്ന് ഏറെ ഒന്നും ചെയ്യാൻ ഉണ്ടാവില്ല, അത്ര തന്നെ ഉണ്ടാവുള്ളൂ. ആ പോകുന്ന പോക്ക് തന്നെ അത് മാക്സിമത്തിലാണ് പോകുന്നത്. ചില ആളുകൾ അങ്ങനെയാണ്, അവരാണ് ശരിക്കും വിജയിച്ചവർ. അതാണ് ശരിയായ വിജയം. നമുക്കൊരു ഡിപ്പാർച്ചർ ഉണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് റെഡിയായേ പറ്റൂ, റെഡിയായല്ലേ പറ്റൂ. ഡിപ്പാർച്ചർ ഉറപ്പാണ്, ടിക്കറ്റ് കൺഫേം ആണ്. പിന്നെ ഡോക്യുമെന്റുകൾ ശരിയാക്കൽ നമ്മുടെ മുമ്പിലുള്ള വിഷയം, അത് ശരിയാക്കിയേ പറ്റൂ. എന്തായാലും വീട്ടിലേക്ക് പോവില്ല, അവിടുന്ന് പിന്നെ എവിടുന്ന് പിടിച്ചോണ്ട് പോയേ ചെയ്യുള്ളൂ. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ റെക്കോർഡുകൾ ശരിയാക്കിയേ പറ്റൂ. മഹാനായ അബൂ സക്കരിയ അബ്ദുല്ലാഹി ഇബ്നു അബീ സക്കരിയ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ലൗ ഖുയ്യിർതു, എനിക്ക് അല്ലാഹു ഒരു ചോയ്സ് എന്ന് വിചാരിക്കുക, അബൂ സക്കരിയ ഇബ്നു അബീ സക്കരിയ, നിങ്ങൾ ഒരു 100 കൊല്ലം ഇവിടുന്ന് ഇനിയും ജീവിക്കണോ, അല്ല ഇന്നിൻ്റെ അടുത്തേക്ക് പോരുന്നോ, അല്ലെങ്കിൽ ഈ മണിക്കൂറിൽ പോരുന്നുവോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പം വരാം റബ്ബേ. എന്തിന്? ഷൗഖൻ ഇലല്ലാഹി വ റസൂലിഹി, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും കാണാനുള്ള കൊതി കൊണ്ടാണ്. ഇത് വല്ലാത്ത വർത്താനാണല്ലേ. ജീവിതത്തിൻ്റെ ശരിയായ മഅന, അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവും. അങ്ങനെ ജീവിക്കുന്നൊരു ജീവിതം. മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു അൻഹുവിന്റെ അരികത്ത് ഞങ്ങൾ ഇരിക്കുമ്പോൾ ജുബൈർ ഇബ്നു നുഫൈർ റളിയല്ലാഹു അൻഹു പറയട്ടെ, ഫമർറ ബിഹി റജുലുൻ, ഒരാളിങ്ങനെ കടന്നുപോയി. മിഖ്ദാദ് ഇബ്നു അൽ അസ്വദ് തങ്ങളെ സ്വഹാബിയാണ്, താബിഈങ്ങളുടെ കാലത്ത് ജീവിച്ചിരുന്ന സ്വഹാബി. താബിഈങ്ങളുടെ കാലത്ത്, അതേ സ്വഹാബിയുടെ കാലം കഴിഞ്ഞ് വീണ്ടും താബിഈങ്ങളുടെ കാലം ഒരുപാട് അവരുടെ കൂടെ ജീവിച്ചു. ഒരു മനുഷ്യൻ കടന്നു പോയിട്ട് പറഞ്ഞു, തൂബാ ലിഹാതൈനിൽ ഐനൈൻ اللتين رأتا رسول الله لوددنا أننا رأينا ما رأيت وشهدنا ما شهدت. مقداد بن الأسود طوبى لهاتين العينين, ഈ രണ്ട് കണ്ണുകളുടെ ഒരു ഭാഗ്യമേ. اللتين رأتا رسول الله, അല്ലാഹുവിൻ്റെ റസൂലിനെ കാണാൻ ഭാഗ്യമുണ്ടായ രണ്ട് കണ്ണുകളല്ലയോ മിഖ്ദാദ്, നിങ്ങളുടെ മുഖത്തുള്ളത് ഈ കണ്ണുകളുടെ ഒരു സൗഭാഗ്യമേ. വദിദിനാ ലൗ റഅയ്നാ മാ റഅയ്ത വശഹിദിനാ മാ ഷഹിദ്, നിങ്ങളൊക്കെ കണ്ടതൊക്കെ കാണാനും നിങ്ങളൊക്കെ സാക്ഷിയായതിന് സാക്ഷികളാവാനും ഞങ്ങൾക്ക് കൊതിയാവുന്നു. നിങ്ങളുടെ കണ്ണുകൾ എന്തൊക്കെ കണ്ടു, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പരിശുദ്ധമായ മുഖം കാണാൻ ഭാഗ്യമുണ്ടായ കണ്ണുകളല്ലയോ ഇത് എന്ന് മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണുകളെ നോക്കി താബിഈങ്ങൾ പറയാൻ, ആ കണ്ണിൻ്റെ ഒരു ഭാഗ്യമേ എന്ന്. അപ്പോൾ മദീനത്ത് പോയിട്ടില്ല, മദീനത്ത് പോയി വന്നവരെ കാണുമ്പോൾ ഒരു സന്തോഷം, ഉംറക്ക് പോയി വരുന്നവരെ കാണുമ്പോൾ ഒരു സന്തോഷം. മദീന കണ്ട് വരികയാണല്ലേ, മക്ക കണ്ട് വരികയാണല്ലേ, കഅബ കണ്ട് വന്നതാണല്ലേ, ഹജറുൽ അസ്വദ് കണ്ടിട്ടുണ്ടല്ലേ, അതൊരു ഭാഗ്യമല്ലേ, അതൊരു സൗഭാഗ്യമാണ്. ഭാരങ്ങൾ ഇറക്കി വെക്കാനുള്ളതാണത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആ കണക്ഷൻ പുതുക്കിയില്ലെങ്കിൽ നമ്മുടെ ഈമാൻ തുരുമ്പിപ്പോവും, ഈമാനെ റസ്റ്റ് പിടിക്കും. RUST, തുരുമ്പ്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ചിലതൊന്നും യേശൂല. ഖുർആനും ഹദീസും വളരെ പവർഫുള്ളാണ്, അതിൻ്റെ മെസ്സേജ് അങ്ങനെയാണ്, ആ വാക്കുകൾ അങ്ങനെയാണ്, അതിൻ്റെ ആശയം അങ്ങനെയാണ്. പക്ഷേ ഹൃദയത്തിന് അതിൻ്റെ റസീവറിന് കേട് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അതുകൊണ്ട് ഇടക്കിടക്ക് താബിഉ ബൈനൽ ഹജ്ജ് വൽ ഉംറ, ഇടക്കിടക്ക് ഹജ്ജും ഉംറയും ചെയ്യണം പറ്റുന്നവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അത് നമ്മുടെ ഈമാനെ ഒന്ന് റിഫൈൻ ചെയ്യും, ഒന്ന് ക്ലീൻ ചെയ്യും, ഒന്ന് ക്ലെൻസ് ചെയ്യും. നല്ലതാണത്. നമ്മുടെ കണ്ണുകൾ, നമ്മുടെ മനസ്സിന് ആ ലോകത്തെത്തിയാൽ അവിടെ ഇബാദത്തല്ലാതെ വേറൊരു ചിന്തയില്ലല്ലോ. അതല്ലേ നമ്മൾ അവിടെ ചെല്ലുമ്പം എല്ലാവരും ഓർത്തിരിക്കും. ചിലപ്പോൾ ആരും ഓർക്കാനൊന്നും പറ്റിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ നമ്മൾ ഏതോ ഒരു ഹവയിലായിരിക്കും, ഏതോ ഒരു ലോകത്തൊരു ഇബാദത്തിൻ്റെ വല്ലാത്തൊരു മൂഡിലായിരിക്കും. നാട്ടിലേക്ക് വിളിക്കാനോ കുടുംബത്തിനെ വിളിക്കാനോ മക്കളോട് സംസാരിക്കാനോ ഒന്നും സമയം കിട്ടൂല. അപ്പോൾ കാരണം അവിടെ നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള മുഴുവൻ ആളുകളും അങ്ങനെയാണ്. മഹബത്തിൻ്റെ ആ ഒരു എന്തെന്നില്ലാത്ത ഒരു വികാരത്തിലാണ് അവർ നിൽക്കുന്നത്. അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള സ്വലാത്തിൻ്റെയും തഹ്ലീലിൻ്റെയും തസ്ബീഹിൻ്റെയും മുഖരിതമായൊരു അന്തരീക്ഷത്തിൽ നമ്മളിങ്ങനെ നിൽക്കുക. നിസ്കാരം തന്നെ നിസ്കാരം, ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്, അത് കഴിഞ്ഞാൽ മറ്റൊന്ന്, ഇങ്ങനെ ഇബാദത്തിൽ നിന്ന് ഇബാദത്തിലേക്കുള്ള യാത്രയാണ് ഈ ഉംറയും ഹജ്ജും എന്നൊക്കെ പറയുന്നത്. അത് നമ്മുടെ ശരീരത്തെ ശരിക്കൊന്ന് സർവീസ് ചെയ്യും. പറ്റുമ്പോൾ ഇടയ്ക്കൊന്ന് പോയി നമ്മുടെ ശരീരത്തെ, നമ്മുടെ മനസ്സിനെ, ആത്മാവിനെ ശുദ്ധീകരിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. അന്നബിയു പരിശുദ്ധരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, സ്വന്തം ശരീരത്തെക്കാളും മുഅ്മിനീങ്ങളോട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നത് റസൂലുള്ളാഹി തങ്ങളാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. നമ്മുടെ ശരീരത്തെക്കാളും ബന്ധപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഭയങ്കരമായ മഅനയാണ്. നമ്മുടെ ഭാര്യ, മക്കൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, ഇവരെക്കാളൊക്കെ നമുക്ക് ബന്ധപ്പെട്ടത് നമ്മുടെ ഹബീബാൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇത് പറയുമ്പോൾ നമുക്കത് അങ്ങനെ തന്നെയായി ബോധ്യപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് വിഷയം. അള്ളാഹു അവൻ്റെ ഹബീബിനെ എല്ലാറ്റിലേക്കാളും കൂടുതൽ സ്നേഹിക്കുന്ന ഖൽബ് അല്ലാഹു നമുക്ക് നൽകട്ടെ. ആ ഖൽബുണ്ടെങ്കിൽ അത് ഇത്തിബാ ആയിട്ട് മാറും. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. النبي أولى بالمؤمنين من أنفسهم وأزواجه أمهاتهم وأولو الأرحام بعضهم أولى ببعض في كتاب الله من المؤمنين والمهاجرين إلا أن تفعلوا إلى أوليائكم معروفا كان ذلك في الكتاب مسطورا كان ذلك في الكتاب مسطورا. എല്ലാവരെക്കാളും വല്ലദീ നഫ്സി ബിയദിഹി, അതുകൊണ്ട് അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലാ യുഅ്മിനൂൻ ഹത്താ യുഹിബ്ബൂകും ലില്ലാഹി വലിഖറാബതി. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കുടുംബവും ഹബീബിൻ്റെ അഹ്ലു ബൈത്തും എന്ന ആ ഒരു ഇഷ്ടത്തിൻ്റെ മേൽ അള്ളാഹുവിൻ്റെ ഹബീബിനെയും അവിടുത്തെ അഹ്ലു ബൈത്തിനെയും സ്നേഹിക്കുന്നത് വരെ ലാ യുഅ്മിനൂൻ, ഈമാൻ പരിപൂർണമാവുകയില്ല. മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് നമ്മൾ ഓർക്കുകയാണ്. ഉസ്താദിൻ്റെ ആണ്ടായില്ലേ, ഏകദേശം റബീഉൽ ആഖിറിലല്ലേ. അള്ളാഹുയുടെ ഖബറുടെ സ്വർഗ്ഗത്താപ്പാക്കി കൊടുക്കട്ടെ. ഒരു സയ്യിദായൊരു കുട്ടി അവിടെ സദസ്സിലുണ്ടെങ്കിൽ, ദ്വാരക്കാനൊക്കെ അറിയുന്ന കുട്ടിയാണെങ്കിൽ ഉസ്താദ് ആ ചെറിയ സയ്യിദ് കുട്ടിനെ കൊണ്ട് ദ്വാരിപ്പിക്കുക. അത് ഭയങ്കര ബഹുമാനമാണ്. തങ്ങളെന്നറിഞ്ഞോ സയ്യിദാണെന്നറിഞ്ഞോ പിന്നെ ഉസ്താദ് എഴുന്നേറ്റ് നിൽക്കുന്നത് കാണാം. എത്ര പ്രായത്തിലും വാർദ്ധക്യത്തിൻ്റെ അവശതയിലും ഒരു സയ്യിദാണോ അരികത്തേക്ക് നടന്നു ചെന്ന് കൈപിടിച്ച് ഉസ്താദ് മുത്തും. അത് അഹ്ലു ബൈത്തിനോട് കാണിക്കുന്ന സ്നേഹമാണ്. അവരുണ്ടെങ്കിൽ പിന്നെ അവിടെ അവരാണ് പിന്നെ നേതൃത്വം കൊടുക്കുക, അവരെയാണ് ഉസ്താദ് ഏൽപ്പിക്കുക. നിങ്ങൾ ദുആ ചെയ്യണമെന്ന് പറയും, തങ്ങളൂട്ടിൻ്റെ കയ്യിൽ കൊടുക്കിയെന്ന് പറയും, അവരെ കൊണ്ട് ചെയ്യിക്കുകയെന്ന് പറയും.
അതൊരു ഹുബ്ബാണ്. അഷ്റഫുൽ ഖൽഖ് തങ്ങളോടുള്ള ഹുബ്ബാണത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നല്ലാഹ ഇസ്തഫാ ബനി ഇസ്മാഈല, ഇസ്മാഈൽ നബി അലൈഹിസ്സലാമിൻ്റെ കുടുംബത്തിൽ നിന്ന് അല്ലാഹു കിനാനയെ തിരഞ്ഞെടുത്തു എന്ന് നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വസ്തഫാ മിൻ കിനാനത ഖുറൈശിൻ, കിനാന ഗോത്രത്തിൽ നിന്ന് ഖുറൈശി ഗോത്രത്തെ അല്ലാഹു തിരഞ്ഞെടുത്തു. വസ്തഫാ മിൻ ഖുറൈശിൻ ബനി ഹാഷിം, ഖുറൈശികളിൽ നിന്ന് ബനു ഹാഷിം കുടുംബത്തെ അല്ലാഹു തിരഞ്ഞെടുത്തു. വസ്തഫാനി മിൻ ബനി ഹാഷിം, ബനു ഹാഷിമിൽ നിന്ന് അല്ലാഹു എന്നെ തിരഞ്ഞെടുത്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. തങ്ങളെ സ്നേഹിക്കുമ്പോൾ അവിടുത്തെ സ്വഹാബികളെയും സ്നേഹിക്കണം. പിന്നെ സ്വഹാബികളെയും സ്നേഹിക്കണം. വസ്സാബിഖൂനൽ അവ്വലൂൻ മിനൽ മുഹാജിരീന വൽ അൻസ്വാർ, അൻസ്വാരികളിൽ നിന്നും മുഹാജിരീങ്ങളിൽ നിന്നും ആദ്യമായി ദീനിലേക്ക് കടന്നു വന്ന ആളുകൾ. വല്ലദീന തബഊഹും ബിഇഹ്സാൻ, അവരെ തുടർന്ന് നന്മയെ സ്വീകരിച്ച ആളുകളും ആദ്യം കടന്നു വന്നവർ, അവർക്കൊരു പ്രത്യേകത ഉണ്ട്. പിന്നെ അതിനെ തുടർന്ന് വന്ന ആളുകൾ, അവർക്കെല്ലാം റളിയല്ലാഹു അൻഹും വറളൂ അൻഹു, അല്ലാഹു അവരെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, അവരല്ലാഹുവിനെയും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് സ്വഹാബികളുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയൽ നിർബന്ധമാണ്. കാരണം അല്ലാഹു അവരെ ഇഷ്ടപ്പെട്ടു, അവരല്ലാഹുവിനെയും ഇഷ്ടപ്പെട്ടു. അല്ലാഹുവിനെ അവരിഷ്ടപ്പെട്ടു, അതിന് പകരം അല്ലാഹു തിരിച്ചവരെയും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. വല്ലദീന തബഉഹും ബിഇഹ്സാൻ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ആദ്യത്തെ മെമ്പർഷിപ്പ് ഖദീജ ബീവിയാണ് റളിയല്ലാഹു അൻഹ. രണ്ടാമത്തെ മെമ്പർഷിപ്പ് ആരാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പിന്നെ അങ്ങനെ 3, 4, 5 ചെറിയൊരു സംഘമായി അത് തുടങ്ങി. 1,24,000 സ്വഹാബിമാർ തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ജസീറത്തുൽ അറബിലുണ്ട്. അത്രയും വലിയൊരു സൗഹൃദമായത് വളർന്ന് പന്തലിച്ചു. ഈ മുഴുവൻ ആളുകളെ കുറിച്ചും 1,24,000 സ്വഹാബത്തിന്റെ പേരും നമ്മുടെ കയ്യിലില്ല. ഇവരൊക്കെ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടു, അള്ളാഹു അവരെയും ഇഷ്ടപ്പെട്ടു. റളിയല്ലാഹു അൻഹും വറളൂ അൻ. അതുകൊണ്ട് തന്നെ സ്വഹാബിമാർ അള്ളാഹു ഇഷ്ടപ്പെട്ടവരാണ്. ഇപ്പൊ ബദർ ശുഹദാക്കളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം. ബദരീങ്ങളെ സംബന്ധിച്ച് ലഅല്ലല്ലാഹു തആല അലാ അഹ്ലി ബദരിൻ ഫഖാൽ യഅമലൂ മാ ശിഅ്തും ഫഇന്നി ഗഫർതു ലക്കും. ബദരീങ്ങളോട് മുഴുവൻ അള്ളാഹു പറഞ്ഞിരിക്കുകയാണ്, യഅമലൂ മാ ശിഅ്തും, നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ചെയ്തോളൂ, ഫഇന്നി ഗഫർതു ലക്കും, ഞാൻ നിങ്ങൾക്ക് പുറത്തുതന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരാരും ഒരു തെറ്റും ചെയ്യാൻ പോവില്ല. അങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ച് അള്ളാഹു അവരോട് പറഞ്ഞിരിക്കുകയാണ്, ഇഅ്മലൂ മാ ശിഅ്തും ഫഇന്നി ഗഫർതു ലക്കും. നിങ്ങൾ എനിക്ക് വേണ്ടി ബദറിൽ ഇറങ്ങിയവരല്ലേ എൻ്റെ റസൂലിൻ്റെ കൂടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് ഞാൻ മാപ്പാക്കി തന്നിരിക്കുന്നു, കഴുകി ശുദ്ധിയാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധരായ ബദരീങ്ങൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധരായ മഹാന്മാരാണ്. എല്ലാ സ്വഹാബിമാരും അങ്ങനെയാണ്. അതിൽ വിഐപികളാണ് ബദരീങ്ങളായ ആളുകൾ. അള്ളാഹു അവരെ തെരഞ്ഞെടുത്തു. യഅ്മലൂ മാ ശിഅ്തും ഫഇന്നി ഗഫർതു ലക്കും. അള്ളാഹു അങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ചവരാരും എന്നാൽ പിന്നെ ഒരു വഴികേടിലേക്ക് ഞങ്ങൾ പോകട്ടെ എന്ന് ചിന്തിച്ചില്ല എന്നാ. മഹാന്മാരായ പണ്ഡിതന്മാർ മനുഷ്യനും തിന്മയും തമ്മിലുള്ള ബന്ധം വിവരിക്കുന്നുണ്ട്. ചില ആളുകളുടെ ജീവിതം അവരും തിന്മയും തമ്മിലുള്ള ഇടയിലുള്ളത് ഒരു വൻ മതില് പോലെയാണ്. തിന്മയും അവർക്കിടയിലും ഒരു മതിലായിരിക്കും ഉണ്ടാവുക. ചില ആളുകൾക്കിടയിൽ ഉണ്ടാകുന്നത് ഒരു ഗ്ലാസ്സാണ്, ചില ആളുകൾക്കിടയിൽ ഉണ്ടാകുന്നത് വെള്ളമാണ്. ഇങ്ങനെ 3 വിഭാഗമാണ് മനുഷ്യരെന്ന്. മുഅ്മിനീങ്ങൾ തന്നെ സ്വഹാബിമാർ ആദ്യം പറഞ്ഞ വിഭാഗത്തിലാണ്. അവർക്കിടയിൽ മതിലാണ്, പാപങ്ങൾക്കിടയിൽ മതിലാണ്. മതിലെന്ന് പറഞ്ഞാൽ
ആ തിന്മയുടെ രസമെന്താണ് അവരറിയുന്നില്ല. അവരതിനെപ്പറ്റി കേൾക്കുന്ന പോലുമില്ല, അവരതിനെപ്പറ്റി കാണുന്ന പോലുമില്ല, അവരതിനെപ്പറ്റി ചിന്തിക്കുന്ന പോലുമില്ല. അതിൻ്റെ അപ്പുറത്തല്ലേ നമ്മുടെ ലോകമല്ലാതെ, നമ്മുടെ ലോകം ഇതാണ്, അതാ പുറത്ത് കിടക്കുന്ന ലോകമല്ലേ എന്ന് പറഞ്ഞ് അവർക്കും തിന്മക്കുമിടയിൽ അൽ ഹാജിസു കൽ ജബൽ കൽ ഹായിജ്, ഒരു മല പോലെ പർവ്വതം പോലെ മറയായി പാപങ്ങൾക്ക് നമുക്കുമിടയിൽ മതിലുകൾ വീഴണം. അതാണ് ഏറ്റവും ശരിയായ ഈമാനിൻ്റെ അടയാളം. രണ്ടാമത്തെ വിഭാഗം ഒരു ഗ്ലാസ്സേ ഉണ്ടാവുള്ളൂ, സുജാജ്. അപ്പൊ അവിടെ ഉള്ളത് ഇങ്ങനെ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട്, പക്ഷെ പറ്റൂലല്ലോ. എല്ലാം ശരീരം മുഴുവൻ അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിന്തകളിൽ അത് കയറി വരുന്നുണ്ട്, വാക്കുകളിൽ കയറി വരുന്നുണ്ട്, ആലോചനകളിൽ തിന്മകൾ കയറി വരുന്നുണ്ട്, പക്ഷെ ചെയ്യുന്നില്ല. അതൊരു ഡേഞ്ചർ സോണിലാണ്. മൂന്നാമത്തെ വിഭാഗം അവർക്കും തിന്മക്കുമിടയിൽ വെള്ളം നടന്നാൽ എത്താവുന്നതേ ഉള്ളൂ, കാലിച്ചിരി വെള്ളാവുന്നേ ഉള്ളൂ, അത്രേ കിടക്കുന്നുള്ളൂ. അത് കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അതിൻ്റെ ശബ്ദവും അതിൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ ആസ്വാദനങ്ങളും അതിൻ്റെ നിറവും മണവും രുചിയും ഒക്കെ അവരറിയുന്നുണ്ട്. ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ, പക്ഷെ അവർ ചെയ്യുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു വെള്ളത്തിൻ്റെ മതിൽക്കെട്ടേ അവരുടെ മുമ്പിലുള്ളൂ. ഇത് അതിലും ഡേഞ്ചർ സോണിലാണ് ഇവർ നിൽക്കുന്നത്. ഗ്ലാസ് പോലെയുള്ള ഒരു മതിൽക്കെട്ടാണെങ്കിൽ തന്നെ അതിൻ്റെ താഴെ വരുന്ന വെള്ളത്തിൻ്റെ ഒരു മറയുടെ ആ ഒരു സ്റ്റേജിലേക്ക് പെട്ടെന്ന് മാറാൻ കഴിയുന്നതാണ്. തിന്മകളെ സംബന്ധിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സമയത്തിൽ വലിയൊരു സമയം തിന്മകളെ സംബന്ധിച്ച് ചിന്തിച്ചുകൊണ്ട് കഴിഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ദുരന്തമാണ്. അതൊരു ദുരന്തമാണ്. അല്ലാഹുവിൻ്റെ മുഅ്മിനീങ്ങളും സജ്ജനങ്ങളും അവർക്കിടയിൽ മതില് പോലെ കിടക്കുകയാണ്, മലയാണ് കിടക്കുന്നത്, പർവ്വതമാണ് കിടക്കുന്നത്. അതിനപ്പുറത്താണ്. അതിൽ കേൾക്കുന്ന പോലുമില്ല എന്താണ് തിന്മയുടെ ലോകമെന്ന്, അറിയുന്ന പോലുമില്ല, കാണുന്നുമില്ല, രുചിയോ മണമോ നിറമോ ഒന്നും അറിയുന്നില്ല. അവർ വേറൊരു ജീവിതത്തിലാണ്, തിന്മ വേറൊരു വഴിക്കാ പോകുന്നത്. സ്വഹാബികൾ അങ്ങനെ. അതുകൊണ്ടാണ് അല്ലാഹു തആല യഅമലൂ മാ ശിഅ്തും ഫഇന്നി ഗഫർതു ലക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാരോട് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ചെയ്തോളൂ, നിങ്ങൾക്ക് ഞാൻ മാപ്പ് തന്നിരിക്കുന്നു. അവരൊന്നും ചെയ്യൂല, കാരണം അവർക്കിടയിൽ കിടക്കുന്നത് മതിലാണ്, പർവ്വതമാണ് മറയായി കിടക്കുന്നത്. റളിയല്ലാഹു അൻഹും വറളു അൻഹു. അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടു. അതുകൊണ്ട് സ്വഹാബിമാരുടെ ചരിത്രമൊക്കെ വായിക്കുമ്പോഴേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും അലി റളിയല്ലാഹു അൻഹും തമ്മിൽ, അല്ലെങ്കിൽ അലി റളിയല്ലാഹു അൻഹും മുആവിയ റളിയല്ലാഹു അൻഹും തമ്മിൽ ഒക്കെ അന്ന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും ഒരു യുദ്ധത്തിലേക്ക് വരെ എത്തിച്ചേരുകയും ചെയ്തിട്ടുള്ളത് ഉമ്മത്തിന് നബി തങ്ങൾ നേരത്തെ പ്രവചിച്ചിട്ടുള്ള ദുരന്തമാണ്. തങ്ങളത് പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അത് ഓർത്തെടുത്തിട്ടുണ്ട്. ആ ഒരു യുദ്ധം നടക്കുമ്പോൾ അതിൻ്റെ മസ്ലഹത്തിന് വേണ്ടി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നടന്നു പോകുമ്പോൾ ഒരു ഈത്തപ്പന തോട്ടത്തിൻ്റെ ഒരു വെള്ളം നിൽക്കുന്നൊരു ഭാഗം, അവിടെ നിന്ന് ഒരു കൂട്ടം നായകൾ കുരക്കുകയുണ്ടായി. അവിടെ വെച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂൽ ഇതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആയിഷ നിങ്ങളൊരു വിഷയത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ അവിടെ വെച്ച് ഒരു കൂട്ടം നായകൾ കുരക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും, അതൊരു പരീക്ഷണമായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. ജമൽ യുദ്ധം നടന്നത് അങ്ങനെയാണ്, സുഫീൻ യുദ്ധം നടന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ സ്വഹാബിമാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള അവരുടെ ഇജ്തിഹാദ് പ്രകാരം അവർ ഇടപെട്ടിട്ടുള്ള വിഷയങ്ങൾ നമ്മുടെ കാഴ്ചയിൽ ഒരു വിഭാഗം തെറ്റ് ചെയ്തു, ഒരു വിഭാഗം ശരി ചെയ്തു എന്ന് നമുക്ക് തോന്നുമെങ്കിൽ പോലും രണ്ട് വിഭാഗവും അള്ളാഹുവിൻ്റെ തൃപ്തിപ്പെട്ട ആളുകളാണ്. അവരുടെ ഇജ്തിഹാദ് പിഴച്ചു എന്നേ പറയുള്ളൂ. ഇജ്തിഹാദ് പിഴച്ചാൽ ഇജ്തിഹാദ് ചെയ്തതിൻ്റെ ഒരു കൂലി കിട്ടും, ഇജ്തിഹാദ് ശരിയായാൽ ഇജ്തിഹാദിൻ്റെയും ശരിയായതിൻ്റെയും രണ്ട് കൂലി കിട്ടും. അങ്ങനെയാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തിലേ പറയാം. ഒരു സ്വഹാബിയെ പോലും വേദനിപ്പിക്കുന്ന ഒരു പരാമർശം നമുക്ക് പറയാൻ പാടില്ല. അതുകൊണ്ടാണ് കർബല യുദ്ധം പോലെയുള്ള സംഭവങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ വളരെ സെൻസിറ്റീവാണ്. നമ്മുടെ ഈമാനും നമ്മുടെ വിശ്വാസവും നമ്മുടെ അഖീദയും ഈ ഹദീസുമായൊക്കെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടേ നമുക്കത് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. കഴിഞ്ഞു മലോ ഇലാമ മലോ, അവർ ചെയ്തതും അവർ പ്രവർത്തിച്ചതും അവരുടെ ഹിസാബ് അള്ളാഹുവിൻ്റെ അടുത്തേക്കാണ്. ഹജ്ജാജ് ഇബ്നു യൂസുഫിനെ സംബന്ധിച്ച് പറയും, അദ്ദേഹം സ്വഹാബിയൊന്നുമല്ല, താബിഈങ്ങളുടെ കാലക്കാരനാണ്.
ഹജ്ജാജ് ബിൻ യൂസുഫ് താബിഈങ്ങളുടെ കാലക്കാരനാണ്, ഒരുപാട് കൊല ചെയ്ത മനുഷ്യനാണ്. എന്നാൽ പോലും നമ്മുടെ മുതഖദ്ദിമീങ്ങളായ മഹാന്മാരായ പണ്ഡിതന്മാർ ഹജ്ജാജ് ബിൻ യൂസുഫിനെ വല്ലാണ്ട് തെറി പറയാനൊന്നും നിൽക്കൂല. കാരണം അയാൾ ചെയ്തത് അയാളും പഠിച്ചവനായിക്കോട്ടെ, കഴിഞ്ഞു പോയില്ലേ, ഇനി നമ്മളത് പറഞ്ഞിട്ട് എന്താ കാര്യം? അയാൾ ഒരുപാട് കൊലപാതകങ്ങൾ ചെയ്തു. നിരപരാധികളായ ഒരുപാട് പണ്ഡിതന്മാരെ, താബിഈങ്ങളെ, സഈദ് ഇബ്നു ജുബൈർ തങ്ങളടക്കമുള്ള മഹാന്മാരായ പണ്ഡിതന്മാരെ വരെ നിരുപാധികം കൊന്നുകളഞ്ഞ ആളാണ്. ഒരു ദയദാക്ഷിണ്യമില്ലാതെ ചെയ്ത ആളാണ്. വഹിസാബുഹു അലല്ലാഹ്, അത്രേ പറയുള്ളൂ. അയാളുടെ ഹിസാബ് അള്ളാഹു ചെയ്തോളൂ, നമ്മൾ ചെയ്യാൻ നിൽക്കേണ്ടതാണ്. അതാണ് ഈ ഉമ്മത്തിന്റെ നിലപാട്, ശരീഅത്തിന്റെ നിലപാട് അതാണ്. വഹിസാബുഹു അലല്ലാഹ്. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. നമുക്ക് കേൾക്കുന്ന ദുആയല്ലേ? ആരെക്കുറിച്ച് പറഞ്ഞാന്നറിയോ? സ്വഹാബിമാരെക്കുറിച്ച് പിൻഗാമികൾ എന്താണ് പറയേണ്ടത്? വല്ലദീന ജാഊ മിൻ ബഅദിഹിം, സ്വഹാബിമാർക്ക് ശേഷം വരുന്നവർ, യഖൂലൂന, അവരിങ്ങനെയാണ് പറയേണ്ടത്, റബ്ബന ഗ്ഫിർ ലനാ, പടച്ചവനെ ഞങ്ങൾക്ക് പുറത്തു തരേണമേ, വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഞങ്ങളുടെ മുമ്പ് ഈമാനിൽ കഴിഞ്ഞുപോയ ഞങ്ങളുടെ സഹോദരങ്ങൾക്കും പുറത്തു കൊടുക്കണേ റബ്ബേ. പിന്നൊരു കാര്യം പറഞ്ഞു, വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യനെക്കുറിച്ചും ഒരു കറയും മനസ്സിൽ തോന്നരുതേ റബ്ബേ. ഇങ്ങനെ പറയുന്നവരാണ് സ്വഹാബിമാർക്ക് ശേഷം വരുന്ന നല്ലവരായ മനുഷ്യർ. മുൻഗാമികളെ കുറിച്ച് നമ്മൾ അങ്ങനെ പറഞ്ഞു, പടച്ചവനെ ഒരു മുഅ്മിനായ മനുഷ്യൻ, ഗില്ലൻ, ഗില്ല് എന്ന് പറഞ്ഞാൽ ശരിക്കും അസൂയ, പക എന്നാണ്. ഗില്ലൻ, അൽ ഗില്ല് എന്നല്ല, ഗില്ലൻ, ഒരു ചെറിയ പക പോലും പടച്ചവനെ ഒരു മുഅ്മിനായ മനുഷ്യനോട് തോന്നരുതേ. അങ്ങനെയാണ്. ഇതൊരു വലിയ വിഷയമാണ്. നമ്മൾ നിസ്സാര കാര്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പകയും വിദ്വേഷവും, മുഖം നോക്കാതിരിക്കുകയും ചിരിക്കാതിരിക്കുകയും മിണ്ടാതിരിക്കുകയും സലാമടക്കാതിരിക്കുകയും കൂടെ ഇരിക്കാതിരിക്കുക വരെ ചെയ്യുന്നൊരു ടെൻഡൻസി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കരമായ സങ്കുചിതത്വം, ഇങ്ങനെ ഇടുങ്ങി 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 വലിഞ്ഞ് ഉള്ളിലേക്ക് ഞെരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത്തിപ്പറ്റ ഉസ്താദിൻ്റെ വിഷയം നമ്മൾ സുഹൃത്ത് സംസാരിക്കുകയായിരുന്നു ക്ലാസ് തുടങ്ങിയതിന് മുമ്പ്. ആ മഹാന്റെ സദസ്സിൽ ആരൊക്കെ വന്നിരിക്കുന്ന, ഏതൊക്കെ ജാതിക്കാർ, ഏതൊക്കെ പാർട്ടിക്കാർ, ഉസ്താദ് ആരെയും കുറ്റം പറയില്ലല്ലോ, ആരെയും ഉസ്താദ് വിമർശിക്കൂല. ഉസ്താദിൻ്റെ ദിക്റും നസീഹത്തും ദുആയും നല്ല കാര്യങ്ങളും ആ പുഞ്ചിരിയും കൂടെ വന്ന മുഴുവൻ ആളുകളെയും ഇരുത്തി ഭക്ഷണം കഴിപ്പിക്കും. ആരും ഭക്ഷണം കഴിക്കാതെ പോരുതെന്നാ പറയാ, ഉള്ളത് കൊണ്ട് കഴിപ്പിക്കും. വലിയൊരു പാത്രം കൊണ്ടുവന്ന് അതിലെല്ലാം ഇട്ടിട്ട് 10-15 ആളുകൾ ഒരുമിച്ച് കൈ കഴുകി ബിസ്മി ചൊല്ലി ഒരു പാത്രം നിന്ന് കൈയിട്ട് ഭക്ഷണം കഴിപ്പിക്കും ഉസ്താദ്. അവിടെ അറപ്പോ വെറുപ്പോ ഒന്നുമില്ല. മുഅ്മിനീങ്ങൾ, സുഉറുൽ മുഅ്മിനി ഷിഫ, മുഅ്മിനായ മനുഷ്യൻ കഴിച്ചതിൻ്റെ ബാക്കിയിൽ ഷിഫയുണ്ട് എന്ന് നബി തങ്ങൾ പറഞ്ഞ ഹദീസ് പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനവറുകൾ. സുഉറുൽ മുഅ്മിനി ഷിഫ, മുഅ്മിനായ മനുഷ്യൻ. പക്ഷെ ഉസ്താദ് ഭക്ഷണം കഴിക്കും പറയും വായിലേക്ക് ഇട്ടിട്ട് വായിൽ നിന്ന് വറ്റൊന്ന് പാത്രത്തേക്ക് വീഴുന്നത്. അവസാനം ഭയങ്കര ദേഷ്യമാണ്, കാരണം അത് വൃത്തികേടാണ്. അപ്പോൾ കൈ വെച്ചിട്ട് ഭക്ഷണം കഴിക്കും, വാരെടുത്തിട്ട്. പ്രത്യേകിച്ച് നമ്മൾ ചോറല്ലേ കഴിക്കുക, അതൊക്കെ കൊഴിഞ്ഞു വീഴാൻ സാധ്യത ഉണ്ടല്ലോ. അപ്പോൾ അത് പാത്രത്തിലേക്ക് വീഴരുത്, വായിൽ താഴേക്ക് വീഴരുത്. അപ്പോൾ ഉസ്താദ് ദേഷ്യപ്പെടും. ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്, ഷൊർണൂർ ഒരു സ്ഥലത്തൊരു വീട്ടിൽ ഒരു സാധു മനുഷ്യൻ അങ്ങനെ ഉസ്താദ് കുറച്ച് കടുപ്പത്തിൽ സംസാരിച്ചു. വായിന്ന് പാത്രത്തേക്ക് വീഴരുത്. അവർ വായിൽ ആ പാത്രത്തിലേക്ക് ഇങ്ങനെ കുമ്പിട്ടിരുന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അത് വീണു പോകും. എന്നാലും ഉസ്താദ് ഒരുമിച്ചിരുത്തും. ഉസ്താദും കഴിക്കും, കുറച്ചേ കഴിക്കുള്ളൂ, ബാക്കി എല്ലാവരെ കൊണ്ടും കഴിപ്പിക്കും. അതിൽ ഏതൊക്കെ ജാതി, മുസ്ലിമും നോൺ മുസ്ലിമും, അതിൽ എല്ലാ ജാതിക്കാരും, മുസ്ലിമീങ്ങൾ തന്നെ എല്ലാ തരത്തിലെ വിശ്വാസക്കാരും ഉണ്ട് അവിടെ. ഉസ്താദിന് വിഷയമല്ല. ആ സദസ്സ് എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന സദസ്സായിരുന്നു. അപ്പോൾ ആളുകൾ വരും, പുഞ്ചിരിച്ചുകൊണ്ടാണ് ഉസ്താദ് സ്വീകരിക്കുക. അള്ളാഹുർക്ക് മഗ്ഫിറത്തും റഹ്മത്തും ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കുകയും ചെയ്യട്ടെ. ആമീൻ. അങ്ങനെയാണ് ദീൻ വളരുന്നത്. അങ്ങനെയാണ്
എന്നല്ലാതെ മുഖം കറുപ്പിച്ചിട്ടും വിദ്വേഷവും വൈരാഗ്യം വെച്ചിട്ടൊന്നും ദീൻ വളരൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല സജ്ജനങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ വാക്കതാണ്, വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. ഇത് ഖുർആനാണ്. മുഅ്മിനായൊരു മനുഷ്യനെക്കുറിച്ച് ഖൽബിൽ ഒരു പക വേണ്ട. നിങ്ങൾക്ക് ഹക്കടപാടുകളുണ്ടോ, അത് നിങ്ങൾ നിർവഹിച്ചോ, പക്ഷെ ആ പക വേണ്ട. എന്തിനാ പക? ദേഷ്യം വേണ്ട, വിദ്വേഷം വേണ്ട. ആളുകൾ പല വിശ്വാസവും പലതും അങ്ങനെ പല പല തോന്നലുള്ള ആൾക്കാരുണ്ടാവും. പല വിശ്വാസങ്ങളിലൂടെ കഴിഞ്ഞു പോകുന്നവരുണ്ടാവും. ആയിക്കോട്ടെ, അവരുടെ സ്വാതന്ത്ര്യമാണ്. അവർ പഠിച്ചോട്ടെ, അവർ പഠിക്കട്ടെ, നമ്മളും പഠിക്കുക. നമ്മളൊക്കെ വിദ്യാർത്ഥികളാണ്. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. അല്ലാഹുവേ, അല്ലാഹുവേ, പടച്ചവനെ, നീ ഞങ്ങൾക്ക് മാപ്പ് നൽകുന്നവനല്ലയോ, റഹ്മത്ത് ചെയ്യുന്നവനല്ലയോ. അതുകൊണ്ട് റബ്ബേ, ഞങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയ, മരിച്ചുപോയ, ഞങ്ങളുടെ മുമ്പ് ജീവിച്ചുപോയ ഒരാളോടും മനസ്സിലൊരു വെറുപ്പും തോന്നരുതേ റബ്ബേ. അങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കണമേ. വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. അങ്ങനത്തെ പിൻഗാമികളെയാണ് അള്ളാഹുവിന് ഇഷ്ടം. അപ്പോൾ നമ്മുടെ കൽബിൽ അത് ഇല്ലാണ്ടിരിക്കുക, അതന്നെ അതിന് പരിഹാരം. ഇടയ്ക്കിടയ്ക്ക് കൽബൊക്കെ ഒന്ന് ക്ലീൻ ആക്കുക. കുറച്ചിങ്ങനെ ഗ്യാപ്പ് വന്നാൽ പലതും കയറി കൂടും, അതിനെടുത്ത് ഒഴിവാക്കുക. അവിടെ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 2 പ്രാവശ്യം മിനിമം കൽബ് കീറിയിട്ടുണ്ടെന്ന്, 3 പ്രാവശ്യമോ 4 പ്രാവശ്യമോ എന്നൊക്കെ ചരിത്രത്തിൽ കാണാം. ആ ഓരോ തവണയും കൽബിൽ നിന്ന് കറുത്ത ഒരു സാധനം പുറത്തെടുത്തു എന്നാണ്. ഹാദാ ഹല്ലുഹു മിനശ് ശൈത്വാൻ. പിശാചിന്റെ ദുർബോധനങ്ങൾക്ക് ഇടമുള്ള സ്ഥലമാണിത്. അതിനെടുത്ത് പുറത്തിട്ടിട്ട് കഴുകി ശുദ്ധിയാക്കി സംസം കൊണ്ട് കഴുകി അവിടെ തന്നെ നിക്ഷേപിച്ചു. ലേസർ ട്രീറ്റ്മെൻറ്റ് മലക്കുകൾ ചെയ്തത്. ഒരു മാർക്കുമില്ല, ഒരു സ്റ്റെയിനുമില്ല, ഒന്നുമില്ല. പക്ഷേ തങ്ങളുടെ കൽബെടുത്തു. ഇന്ന് മനുഷ്യന് സാധ്യമാണ് അതൊക്കെ. ലേസർ കൊണ്ട്, റൈസ് കൊണ്ട്, പ്രകാശകിരണങ്ങൾ കൊണ്ട് ശരീരത്തിൻ്റെ ഉള്ളിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. കരിച്ചു കളയാൻ പറ്റും. റേഡിയേഷൻ ചെയ്യുന്നില്ലേ? സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിൻ്റെ മലക്കുകൾ അത് ചെയ്തു നബി ഞങ്ങൾക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തങ്ങളുടെ കൽബിൽ ഒരാളോടും ഒരു വിദ്വേഷം തങ്ങൾക്കില്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, അദ്ദബനി റബ്ബി ഫഅഹ്സന തഅദീബി. എന്നെ അദബ് പഠിപ്പിച്ചത് അല്ലാഹുവാൻ. ഫഅഹ്സന തഅദീബി. അതുകൊണ്ട് എനിക്ക് പഠിപ്പിച്ച അദബ് ഏറ്റവും നല്ല അദബാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്നൊരു വിശാലമായ ഹൃദയം. വല്ലാത്തൊരു ലോകത്താണ് തങ്ങൾ ജീവിച്ചത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഹബീബായ തങ്ങളെ ഇഷ്ടപ്പെടുമ്പോൾ അലൈക്കും ബിസുന്നതി, തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ പരമാവധി പകർത്തുക. തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിലേക്ക് എടുക്കുക. വസുന്നത്തിൽ ഖുലഫാഇൽ മഹ്ദിയീൻ റാഷിദീൻ, അല്ലെങ്കിൽ സുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ 4 സുഹാബിമാർ ഖുലഫാഉർ റാഷിദുകൾ, അവരുടെ ചര്യയും നിങ്ങൾ മുറുകെ പിടിക്കണം. അതിലും ഒരു സൂചന ഉണ്ട്. തങ്ങളുടെ സുന്നത്ത് മുറുകെ പിടിച്ചാൽ മാത്രം മതി, തങ്ങൾക്ക് പറഞ്ഞാൽ മതി. ഖുലഫാഉർ റാഷിദുകൾ ഈ ഉമ്മത്തിന് ഖൈറായ പലതും അവരുടെ വകയായി അവർ ചേർത്തിട്ടുണ്ട്. അതിലൊന്നാണ്, ആദ്യത്തേതാണ് വിശുദ്ധമായ ഖുർആൻ ജംഅ ചെയ്തത്. ഖുർആൻ ഓരോരോ സൂറയും പലയിടത്തായി കിടക്കുന്നതിനെ ഒരു ഗ്രന്ഥമായി ക്രോഡീകരിച്ച് അതിനെ കൂട്ടിയോജിപ്പിച്ചു. അല്ലെങ്കിൽ ഓരോ സൂറയും അതിൻ്റെ ആ ഒരു ഓർഡറിൽ ഒരു കോപ്പിയായി, അല്ലെങ്കിൽ അത് ഒരു ഐഡന്റിക്കൽ കോപ്പിയായി മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് തങ്ങളുടെ കാലത്ത് തുടങ്ങിയിട്ടുണ്ട്. സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിലാണ് ആ മഹാദൗത്യം പൂർത്തിയാവുന്നത്. അതൊക്കെ സ്വഹാബിമാർ ചെയ്തത്, തങ്ങളുടെ കാലത്തില്ല. പക്ഷേ എൻ്റെ ഖുലഫാഉർ റാഷിദുകൾ ചെയ്തതാണ്. അത് നിങ്ങൾ പിൻപറ്റണം. തറാവിഹ് ഉമർ റളിയല്ലാഹു അൻഹു തമീം ദാരി തങ്ങളുടെ പിറകിലും ഉബയ്യ് ഇബ്നു കഅബ് എന്നവരുടെ പിറകിലും 20 റക്അത്ത് നിസ്കരിപ്പിച്ചതും അതിൽപ്പെട്ടതാണ്. അത് നിങ്ങൾ പിൻപറ്റിക്കോളീൻ. അവിടെ പിന്നെ വേറെ നിങ്ങൾ ആലോചിച്ച് നിൽക്കേണ്ട. ഖുലഫാഉർ അൽ മഹ്ദിയീൻ, അവർ ഹിദായത്ത് കിട്ടുന്ന ആളുകളാണ്. അവർ ഹിദായത്തിൻ്റെ അഹ്ലുകാരാണ്. എൻ്റെ ശേഷമുള്ള ഖിലാഫത്ത് 30 കൊല്ലമാണ്. തങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് വളരെ കാലങ്ങൾക്ക് മുമ്പ്, അൽ ഖിലാഫത്തു ബഅദി 30 സന. എൻ്റെ ശേഷമുള്ള ഖിലാഫത്ത് 30 കൊല്ലമാണ്. ആ 30 കൊല്ലമാണ് 4 ഖലീഫമാരുടെയും ഭരണകാലം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2 വർഷം, ഉമർ റളിയല്ലാഹു അൻഹു 12 വർഷം.
ഉസ്മാൻ റളിയല്ലാഹു ഉമർ തങ്ങൾ 10 വർഷം, ഉസ്മാൻ റളിയല്ലാഹുവിന് 12 വർഷം, അലി റളിയല്ലാഹുവിന് 6 വർഷം. 2, 10, 12, 6, 30 അൽ ഖിലാഫത്തു ബഅദി 30 സന. തങ്ങളുടെ വലിയൊരു പ്രൊഫസിയാണിത്, പ്രവചനമാണ്. എൻ്റെ ശേഷമുള്ള ഖിലാഫത്ത് 30 കൊല്ലമായിരിക്കുന്നു. 4 ഖലീഫമാർ 30 കൊല്ലം കറക്റ്റാണ്. അവർ കൊണ്ടുവന്നതും നിങ്ങൾ പിൻപറ്റണം. എൻ്റെ സുന്നത്ത് നിങ്ങൾ പിൻപറ്റണം. ഇത്തിബാ എന്ന് പറയുന്നത് തങ്ങളുടെ മഹബത്തിൻ്റെ വലിയൊരു അടയാളമാണ്. മഹാനായ അല്ലാമ ഇബ്നു കസീർ തങ്ങൾ പറയും, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. ഖുൽ പറയുക നബിയേ, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടം വെക്കുന്നു, അല്ലാഹുവിനോട് സ്നേഹമാണെങ്കിൽ, ഫത്തബിഊനി എന്നെ പിൻപറ്റണം, യുഹ്ബിബുകുമുല്ലാഹ് അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും, വയഗ്ഫിർ ലക്കും ദുനൂബക്കും നിങ്ങളുടെ തെറ്റുകൾ അല്ലാഹു പുറത്തു തരും, വല്ലാഹു ഗഫൂറുർ റഹീം അല്ലാഹു റഹ്മത്ത് ചെയ്യുന്നവനാണ്, അല്ലാഹു മാപ്പ് തരുന്നവനാണ്. തെറ്റ് ചെയ്തവർക്കല്ലേ മാപ്പ് ചെയ്യേണ്ടതുള്ളൂ. പാപങ്ങൾ ചെയ്തവർക്ക് അല്ലാഹു മാപ്പ് ചെയ്തു കൊടുക്കുന്നവനാണ്. എന്ത് ചെയ്യണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ഇത്തിബാ, തങ്ങൾ കൊണ്ടുവന്ന ചര്യ, തങ്ങൾ ഇങ്ങനെയാ ചെയ്തത്, നമ്മളത് പിൻപറ്റണം. ഇബ്നു കസീർ തങ്ങൾ പറയാണ്, ഒരുപാട് ആളുകൾ ഞങ്ങൾക്ക് അള്ളാഹിനോട് സ്നേഹമുണ്ട് എന്ന് വാദിക്കാൻ തുടങ്ങിയപ്പോൾ അള്ളാഹു അതിൻ്റെ ഒരു ക്രൈറ്റീരിയൻ നിശ്ചയിച്ചു. അത് അളക്കാനൊരു അളവ് വേണ്ടേ? എല്ലാവരും ഇങ്ങനെ വാദിക്കാൻ തുടങ്ങിയാൽ ആരാണ് ശരിയായ സ്നേഹമുള്ളവരല്ലാത്തവർ എന്ന് വേർതിരിക്കാൻ അള്ളാഹു ഒരു ക്രൈറ്റീരിയൻ, ഒരു മാപ്പിനി, ഒരു അടയാളം, ഒരു അളക്കുന്ന ഒരു ഘടകം അള്ളാഹു വെച്ചു. അതാണ് ഫത്തബിഊനി. അങ്ങനെ സ്നേഹമുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു വരികയാണെങ്കിൽ നിങ്ങൾ റസൂലുള്ളാഹിനെ ഇത്തിബാ ചെയ്യുന്നുണ്ടോ ഇല്ലയോ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റുന്നവരാരോ അവരാണ് അള്ളാഹുവിനെ സ്നേഹിക്കുന്നത്. അല്ല വെറുതെ സ്നേഹിക്കുന്നു പറഞ്ഞ് എനിക്ക് അള്ളാഹിനെ ഭയങ്കര ഇഷ്ടമാണ്, നിസ്കാരമൊന്നുമില്ല, എന്താ വേണ്ടോ? വല്ല കാര്യമുണ്ടോ? നിസ്കരിക്കൂല, എനിക്ക് അള്ളാഹിനെ ഭയങ്കര ഇഷ്ടമാണ്, ഫുൾ ടൈം അള്ളാഹിനെ കുറിച്ച് തന്നെ ഓർക്കണത്, അതുകൊണ്ട് നിസ്കാരമൊന്നും വേണ്ട, അങ്ങനെ പറയുന്ന മനുഷ്യന്മാരുണ്ട്. വിവരമില്ലാത്ത ആളുകൾ, ജാഹിലിങ്ങളായ ആളുകൾ. അള്ളാഹു അറിവ് നൽകട്ടെ, അള്ളാഹു ബോധം നൽകട്ടെ. തങ്ങൾ വഫാത്താകുന്ന സമയം വരെ പറഞ്ഞ വാക്കതാ, അസ്വലാ അസ്വലാ, നിസ്കാരം നിലനിർത്തണേ, നിസ്കാരം. ഇത് പറഞ്ഞിട്ട് തങ്ങൾ വഫാത്താകുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കാകലെ പിടിക്കയർ അതാണ്, നമ്മുടെ നിസ്കാരമാണ്. അസ്വലാ അസ്വലാ അസ്വലാ, നിസ്കാരം നിലനിർത്തണേ, നിസ്കാരം നിലനിർത്തണേ, നിസ്കാരം നിലനിർത്തണേ. ഇത് പറഞ്ഞിട്ടാണ് തങ്ങൾ വഫാത്താകുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഹുജറയിൽ തങ്ങൾ പറയും, തൊട്ട് അതിൻ്റെ ശേഷം ഒരു കാര്യം പറഞ്ഞു, വമാ മലക്കത്ത് ഐമാനുക്കും, അന്ന് അടിമകളുള്ള കാലമാണ്. നിങ്ങളുടെ കീഴിലുള്ള അടിമകൾ, അവരെ നിങ്ങൾ മൃഗങ്ങളെപ്പോലെ കാണും, അവർ മനുഷ്യന്മാരാണ്, അവരെ നിങ്ങൾ നന്നായിട്ട് നോക്കണേ, അവരെ നിങ്ങൾ നന്നായിട്ട് നോക്കണേ. വമാ മലക്കത്ത് ഐമാനുക്കും, അതിൽ തന്നെ വരുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ആശ്രിതരായി കഴിയുന്ന ഭാര്യമാർ, നമ്മുടെ വീട്ടുകാർ, മക്കള്, അവരൊക്കെ നന്നായി നോക്കണേ എന്ന് നബി തങ്ങൾ പറയാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറഞ്ഞിട്ട് തങ്ങൾ വഫാത്താകുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒരുപാട് ഇൻദമാ കസറൽ മുദ്ദഊൻ, സ്നേഹമുണ്ട് അള്ളാഹുവിനോട് സ്നേഹമുണ്ട് എന്ന് വാദിക്കാൻ ഒരുപാട് ആളുകൾ മുന്നോട്ട് വന്നപ്പോൾ തെളിവ് തരീനെന്ന് അള്ളാഹു ചോദിച്ച ചോദ്യമാണിത്. അപ്പോൾ പിന്നെ നബി തങ്ങൾ ഇത്തിബാ ചെയ്യാത്ത മുഴുവൻ ആളുകളും പുറത്തുപോയി, ഇത്തിബാ ചെയ്യുന്ന പിൻപറ്റുന്ന ആളുകൾ മാത്രം ബാക്കിയായി. അവരാണ് അള്ളാഹുവിൻ്റെ മുഹിബ്ബീങ്ങൾ. അള്ളാഹുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ തങ്ങളെ പിൻപറ്റണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ തങ്ങൾ ഇഷ്ടപ്പെട്ടത് നമ്മൾ ഇഷ്ടപ്പെടണം, തങ്ങൾ ഇഷ്ടപ്പെടാത്തത് നമ്മൾ ഇഷ്ടപ്പെടരുത്. അതാണ് ഇത് വായിച്ചില്ലേ? മാഷാ അല്ലാഹ്, അലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഇസ്ലാം സെൻ്ററിൻ്റെ കഴിഞ്ഞകാല നേതാക്കന്മാരാണ് ബാവാജി. നമ്മുടെ കറൻറ്റ് ആൻഡ് പാസ്റ്റ്, ഭൂതവും വർത്തമാനവും ഭാവിയും ഒക്കെയാണ്. മാഷാ അല്ലാഹ്. അല്ലാഹു തആല അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. അത് പറയുമ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനുണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവർ, അവരുടെ മകനുണ്ട് നാഫിഅ. മഹാനവറുകൾ പറയാണ്, ഞങ്ങൾ മക്കയിൽ നിന്ന് പുറത്തെവിടെയോ ഒരു യാത്രക്ക് മക്കയിൽ നിന്ന് പുറത്തു വരുമ്പോൾ, മദീനയിലേക്കോ മറ്റെവിടേക്കോ അറിയില്ല,
ആ വഴിയിലൂടെ പോകുമ്പോൾ യഖൂലു ബിറഅ്സി റാഹിലതിഹി യുസ്നീഹാ വയഖൂൽ, ഒട്ടകപ്പുറത്ത് മഹാനവറുകൾ ഇരിക്കുമ്പോൾ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, അതുകൊണ്ട് റളിയല്ലാഹു അൻഹുമാ, അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമാ, രണ്ടുപേരെയും അള്ളാഹു ഇഷ്ടപ്പെടട്ടെ, വാപ്പയും മകനും. ഇബിൻ എന്ന് പറയുമ്പോൾ വാപ്പന്റെ പേര് വരുമല്ലോ, വാപ്പയും സ്വഹാബിയാണ് മകനും സ്വഹാബിയാണ്. ഇതുപോലെ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, അങ്ങനെ പറയാം. അല്ലെങ്കിൽ റളിയല്ലാഹു അൻഹു ഒരാളാണെങ്കിൽ, വാപ്പയും സ്വഹാബിയാണെങ്കിൽ മകനും സ്വഹാബിയാണ്, റളിയല്ലാഹു അൻഹുമാ. മഹാനവറുകൾ ഒട്ടകത്തിന്റെ മുഖം ഇങ്ങനെ തിരിക്കും, നേരെയാണ് വഴി, ഒട്ടകത്തിന്റെ മുഖം ഇങ്ങനെ തിരിക്കും മൂക്ക് കയറുകൊണ്ട്. എന്നിട്ട് പറയും ലഅല്ല ഖുഫൻ യഖഉ അലാ ഖുഫിൻ, ലഅല്ല ഖുഫൻ യഖഉ അലാ ഖുഫിൻ, എൻ്റെ ഒട്ടകത്തിൻ്റെ കുളമ്പുകൾ ഏതെങ്കിലും ഒന്ന് ആ കുളമ്പ് പതിച്ച സ്ഥലത്തൊന്ന് തട്ടിയാലോ എന്ന് പറഞ്ഞാൽ, ആ വഴിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയപ്പോൾ തങ്ങൾ ഈ റൂട്ടിലൂടെ പോയിരുന്നത്. അപ്പോൾ തങ്ങളുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകത്തിൻ്റെ കാല് കുത്തിയ സ്ഥലം, അതിന്മേൽ എൻ്റെ ഒട്ടകത്തിൻ്റെ കാലൊന്ന് കുത്തിക്കിട്ടിയാൽ അതൊരു ഭാഗ്യമല്ലേ? യാ അല്ലാഹ്. അപ്പം ആ തങ്ങൾ പോയ റൂട്ടിലൂടെ മനഃപൂർവ്വം വഴിതെറ്റിച്ചു പോകുന്നതാണ്. തങ്ങളതിലെ പോയിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ തങ്ങളുടെ ഒട്ടകത്തിൻ്റെ കാല് കുത്തിയ സ്ഥലം, അപ്പോൾ തങ്ങൾ കാലുകുത്തിയ സ്ഥലത്തിന് എത്രയായിരിക്കും ഒരു മഹത്വം കാണുന്നുണ്ടാവുക? തങ്ങളുടെ ഒട്ടകം കാലുകുത്തിയ സ്ഥലം, ലഅല്ല ഖുഫൻ യഖഉ അലാ ഖുഫിൻ, എൻ്റെ ഈ ഒട്ടകത്തിൻ്റെ കുളമ്പ് ആ ഒട്ടകത്തിൻ്റെ കുളമ്പ് പതിച്ചിടത്ത് ചേർന്ന് നിന്നേക്കാം, അതിൻ്റെ മേലെ ചവിട്ടിയേക്കാം, അതൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വഴിമാറിപ്പോകുന്നത് എന്ന് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമാ. അതൊരു ഇത്തിബാഅാണ്. അപ്പം തങ്ങൾ തലപ്പാവ് ധരിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തൊപ്പി സുന്നത്താണോ തലപ്പാവ്, അതൊക്കെ ചില ആളുകളുടെ ഭയങ്കര ഡിബേറ്റാണ്. ഭയങ്കര ഇടണമെങ്കിൽ ഇടണ്ട. തങ്ങളത് ചെയ്തിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളത് സ്ഥിരം ചെയ്തത് കൊണ്ടാണ് ഉംറക്കത് ഇല്ല എന്ന് വരാൻ കാരണം. ഉംറയിൽ തല മറക്കരുത്, അതിനർത്ഥം എന്താ? ബൈ ഡിഫോൾട്ട് തല മറക്കുന്നവരാണ്, അപ്പോൾ ഉംറക്കത് മറക്കാൻ പാടില്ല. അവരുടെ സംസ്കാരപ്രകാരം അങ്ങനെ തങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്, അത് മതി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു ഇത്തിബാഅാണ്, തങ്ങളുടെ ചര്യയെ പിൻപറ്റലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലഅല്ല ഖുഫൻ യഖഉ അലാ ഖുഫിൻ. അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയും, ഞാൻ ഒരുപാട് ഹദീസ് എഴുതിയ 10,000-40,000 ഹദീസുകളുടെ സമാഹരണം നടത്തിയ മഹാനാണ് അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി തആല അലൈഹി. താബിഉ താബിഈങ്ങളുടെ കാലത്ത് വന്നു എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. താബിഉ താബിഈൻ ഇമാം ഷാഫി തങ്ങളുടെ ശിഷ്യനാണ്. മഹാനവറുകൾ പറയാണ്, എൻ്റെ കൈ കൊണ്ട് ഞാൻ എത്രയൊക്കെ ഹദീസുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടോ ആ ഹദീസുകൾ മുഴുവനും ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അറിഞ്ഞ ഹദീസുകളൊക്കെ ഞാൻ അത് ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയാണ് അന്ന് മഹാനവറുകൾ ഒളിച്ചു പാർത്തപ്പോൾ 3 ദിവസം കഴിഞ്ഞപ്പോൾ ശിഷ്യൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞില്ലേ, നമ്മൾ ചരിത്രം പറഞ്ഞിട്ടുണ്ട് അല്ലേ. അങ്ങനെ ഞാൻ ഒരു ഹദീസ് കണ്ടു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഹ്തജമ, തങ്ങളെ ഹിജാമ ചെയ്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹിജാമ ചെയ്യുന്ന പറയല്ലേ, കപ്പിംഗ്, അത് സുന്നത്താണ്. ഹിജാമ ഒതു കൊടുത്തിട്ടൊക്കെ ചെയ്യുക, അതിന് ചില ആദാബുകളൊക്കെ ഉണ്ട്. ഹിജാമ സുന്നത്താണ്, കേടായ രക്തം എടുക്കുന്ന ഒരു ട്രഡീഷണൽ രീതിയാണത്. തങ്ങളത് പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു രക്തമാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നിവിടെ കൈ കൊടുത്ത് കൊണ്ടുപോയി ഒഴിച്ചേക്കണേന്ന് പറഞ്ഞപ്പോൾ മഹാൻ കൊണ്ടുപോയി കുടിച്ചത്. ചെറിയ കുട്ടിയായിരുന്നു. തങ്ങൾ ചോദിച്ചു, എന്തേ എങ്ങനെ ചെയ്തത്? എൻ്റെ ശരീരത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബെ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം കിടക്കട്ടെ, ഭൂമിക്ക് ഒഴിക്കുന്നതിനേക്കാളും നല്ലതൊക്കെ അത് എൻ്റെ ശരീരത്തിന് കിട്ടലാണ്. അള്ളാഹു നിങ്ങളുടെ ശരീരത്തിന് നരകം തൊടിക്കൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹ് ബുഖാരിയിൽ വന്ന ഹദീസാണത്. ഹിജാമ ചെയ്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബാ ത്വയ്ബത, അന്നത്തെ ഹിജാമക്കാരൻ്റെ പേരാണ് അബൂ ത്വയ്ബ. അദ്ദേഹത്തിന് ദീനാറൻ, ഒരു സ്വർണ്ണ നാണയം കൊടുത്തു നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു ഹദീസാണ്. ഒരു ബാർബർ ഷാപ്പ് പോയപ്പോൾ മുമ്പ് ഇന്നത് കൊടുത്തു എന്ന് പറയില്ലേ. തങ്ങൾ ഹിജാമ ചെയ്തപ്പോൾ അബൂ ത്വയ്ബക്ക് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ എന്ത് ചെയ്തു? ദീനാറ് കൊടുത്തു. അന്ന് ദിർഹമുണ്ട് ദീനാറുണ്ട്. ദിർഹം വെള്ളി നാണയമാണ്, ദീനാറാണെങ്കിലോ
സ്വർണ്ണമാണ്. അപ്പോൾ ഒരുപാട് വില കൂടുതലാണ്. ഒരു ദീനാർ എന്നൊക്കെ പറഞ്ഞാൽ അന്നൊരു പറമ്പ് വാങ്ങിക്കാൻ പറ്റും. ഒരു ഹിജാമ ചെയ്ത ആൾക്കൊരു ദീനാർ കൊടുത്തു തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം ഇത് പിൻപറ്റണല്ലോ. അങ്ങനെ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയാം, ഞാനും പോയിട്ട് ഹിജാമ ചെയ്തു, എൻ്റെ ഹജ്ജാമിന് ഞാൻ ഒരു ദീനാർ കൊടുത്തു. അതൊരുപാട് ഓവറാണ്. പക്ഷെ തങ്ങൾ കൊടുത്തില്ലേ, ഞാനും കൊടുക്കുകയാണ്. അങ്ങനെ ഞാനത് പിൻപറ്റി എന്ന് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി തആല അലൈഹി എന്നിട്ട് പറഞ്ഞു, ഇനിസ്തതഅത് അല്ലാ തുഹക്ക ശഅറത്തുൻ ഇല്ലാ ബിഅഥർ. ഓരോ തവണയും മുടിയെടുക്കുമ്പോൾ അതിന് ഒരു ദാനം കൊടുത്തിട്ടാണത് ചെയ്യേണ്ടത്. അതിനൊരു പ്രതിഫലം കൊടുത്തേക്കണം. തങ്ങൾ കൊടുത്തതുപോലെ നല്ല പ്രതിഫലം തന്നെ കൊടുത്തേക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിനെ കുറിച്ച് അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി തആല അലൈഹി. ഇത് മഹബ്ബത്താണ്. നമ്മൾ സുന്നത്ത് നിസ്കരിക്കുന്നതും വലത് കൈ കൊണ്ട് തിന്നുക, വലത് കൈ കൊണ്ട് കുടിക്കുക, ഇരുന്നിട്ട് വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടക്കുന്നത്, കുളിക്കുമ്പോൾ വലത് ഭാഗം ആദ്യം നനക്കുന്നത്, അതൊക്കെ സുന്നത്തുകളാണ്. നമുക്ക് ജീവിതത്തിൽ പകർത്താൻ ഒരുപാടുണ്ട്. അതിലുപരി നമ്മുടെ നിത്യജീവിതവുമായി സ്വഭാവ പെരുമാറ്റങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇങ്ങനെയൊക്കെ കണിശമായും പിന്നെ മിസ്വാക്ക് ചെയ്യുക, പിന്നെ മീശ കട്ട് ചെയ്യുന്നത്, താടി വളർത്തുന്നത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്ലാഖുമായി ബന്ധപ്പെട്ട സുന്നത്തുകൾ എടുക്കാൻ അവർ ബാക്കിലായിരിക്കും. ചില ആൾക്കാർ അങ്ങനെയാണ്, ഭയങ്കര ദേഷ്യക്കാരനാകാൻ, ഭയങ്കര വെറുപ്പ്, ചെറിയ കാര്യത്തിൽ തെറ്റിപ്പോവും. അങ്ങനെ പാടില്ല. തങ്ങൾ അങ്ങനെ ആയിരുന്നില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. പെട്ടെന്ന് പിണങ്ങുക, പെട്ടെന്ന് ദേഷ്യപ്പെടുക, അസൂയപ്പെടുക, വൈരാഗ്യം കൊണ്ടടക്കുക, മനസ്സിൽ വെറുപ്പ് കൊണ്ടടക്കുക, എന്നാലും ആളെ നിസ്കാരം നോമ്പൊക്കെ ഭയങ്കര ഉഷാറായിരിക്കും. ഈ സ്വഭാവം എന്ന് പറയുന്നത് അതാണല്ലോ മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. തങ്ങളുടെ നിയോഗം സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, ഞാൻ നിയോഗിക്കപ്പെട്ടത്, തങ്ങൾ നബിയായി വന്നത് എന്തിനാണെന്നറിയോ? ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, സ്വഭാവങ്ങളുടെ ഏറ്റവും മഹോന്നതമായ സ്വഭാവങ്ങളെ പെർഫെക്റ്റ് ചെയ്യാനാണ് ഞാൻ വന്നത്. അറബികൾക്ക് ഒരുപാട് നല്ല സ്വഭാവങ്ങളൊന്നുണ്ട്, കുറെ ചീത്തയുമുണ്ട്. പക്ഷെ ആ നല്ല സ്വഭാവങ്ങളെ ഏറ്റവും അതിൻ്റെ ഉച്ചസ്ഥായിയായ ആ ഒരു ഘട്ടത്തിലേക്ക് അതിനെ ഉയർത്തുക, ഏറ്റവും നല്ല സ്വഭാവമുള്ളവരായി മാറുക. മുഅ്മിനീങ്ങൾ അങ്ങനെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തികൾ എന്ന് പറയുന്ന അങ്ങനത്തെ സ്വഭാവക്കാരാണ് എന്ന് വരണം. അപ്പോഴാണ് നമ്മൾ തങ്ങളെ സ്നേഹിക്കുന്നവരാവുക. അല്ലെങ്കിൽ ഒരു മുസ്ലിം അവന് ക്യാഷ് നിർത്തിയാവും, അടിച്ചു മാറ്റും. അങ്ങനെ ഒരു ബാഡ് ഇംപ്രഷൻ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ അതാരെയാ ബാധിക്കുന്നത്? നമുക്ക് ദീൻ പഠിപ്പിച്ച നബിതങ്ങളെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലേ? ഇവരിതൊക്കെ മുഹമ്മദ് നബി തങ്ങളുടെ അനുയായികളാണെന്നല്ലേ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവരിങ്ങനെ ചെയ്യേ, അല്ലെങ്കിൽ മാപ്പിളമാരെ ഇങ്ങനെ ചെയ്തു എന്ന് പറയാം. ഇല്ലാത്തത് പറയാൻ നമ്മൾ അക്കൗണ്ടൊക്കെ വെറുതെ കിട്ടുന്നത്. ഉള്ളത് നമ്മൾ നിർത്തണം. നമ്മളിൽ നിന്ന് വരുന്ന ഇതുപോലെയുള്ള വിഷയങ്ങൾ നമ്മൾ അറിയാതെ സംഭവിച്ചു പോകുന്നതും പെട്ടുപോകുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. ഡെലിബറേറ്റ്ലി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങൾ കൺട്രോൾ ചെയ്തേ പറ്റൂ. അങ്ങനെ ആകുമ്പോഴാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇത്തിബാഅ. തങ്ങൾ ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സംഭവം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ, തങ്ങൾ ഇരിക്കൂ എന്ന് പറഞ്ഞു. ത്വൽഹ റളിയല്ലാഹു അൻഹു വന്നപ്പോൾ അങ്ങനെ വഴിയിലിരുന്നിട്ടുണ്ട്. ഇജ്ലിസു എന്ന് പറഞ്ഞു ജുമുഅക്ക്. ത്വൽഹ തങ്ങൾ വഴിയിലിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വാതിൽ പടിക്കയിരുന്നു. അപ്പോൾ രണ്ടടി വെച്ച് അകത്തിരുന്നാൽ മതി. പക്ഷെ ഇരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ആ സ്പോട്ടിൽ അതിനെ അംഗീകരിച്ചു എന്നാണ്. അതൊരു ഭയങ്കര ഇത്തിബാണ്. ലോജിക്കലി തിങ്ക് ചെയ്യുമ്പോൾ എന്താ അർത്ഥം? ഉള്ളിൽ കയറി സ്ഥലത്തിലോട്ട് പോയി ഇരിക്കാനാണ് ആ ഉദ്ദേശിച്ചത്, അങ്ങനെ പറയാലോ. ഇരിക്കുന്നല്ലേ പറഞ്ഞത്, അവിടെ ഇരുന്നു. ഇത് ഇത്തിബാണ്. അങ്ങനെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ടു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് എഴുന്നേറ്റ് വന്നിരിക്കാൻ വേണ്ടി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതങ്ങനെ. മദീനത്ത് വലിയൊരു കള്ള് ഷോപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഓണറായിരുന്നു എന്ന് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു. നേരത്തെ പറഞ്ഞ ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ല, ഇത് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹുവിൻ്റെ ഉമ്മാനെ കല്യാണം കഴിച്ച മഹാൻ സ്വഹാബിയായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു. അപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു മദീനയിലാണ്. അപ്പോൾ മദീനയിലെ അങ്ങാടിയിൽ അവർ മുന്തിരിച്ചാറും ഈത്തപ്പഴത്തിൻ്റെ ചാറൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് കള്ളുണ്ടാക്കുന്ന കാലമാണ്. മത്ത് പിടിപ്പിക്കുന്ന ومن ثمرات النخيل والعناب تتخذون منه سكرا ورزقا حسنا. അപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു പറയാം, ഞാൻ ഓരോരുത്തർക്കും എടുത്തു കൊടുക്കുകയാണ്. കാരണം അവർക്ക് അന്ന് നിരോധിച്ചിട്ടില്ല, മദ്യ നിരോധനം വന്നിട്ടില്ല. അപ്പോൾ
ആരോ ഒരാൾ പുറത്തുനിന്ന് ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. ഇവരൊക്കെ ഷോപ്പിൻ്റെ ഉള്ളിലാണ്, കുറേ പ്രമാണിമാരവിടെ ഉണ്ട്, അൻസ്വാരികളും മുഹാജിറുകളുമായ ആളുകൾ അന്ന് ആ ഷോപ്പിലുണ്ട്. കാരണം അന്ന് ഹറാമാക്കിയിട്ടില്ലാത്തതുകൊണ്ട്. പക്ഷേ ജീവിതകാലത്ത് ഒരിക്കൽ പോലും മദ്യപിക്കാത്ത രണ്ട് മഹാന്മാരാണ് അന്നുണ്ടായത്. ഒന്ന് സിദ്ദീഖ് റളിയല്ലാഹു തങ്ങൾ, പിന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവർ ജീവിതത്തിൽ തൊട്ടിട്ടില്ല എന്നാണ്. മദ്യം തൊട്ടിട്ടില്ല എന്നൊക്കെ അഭിമാനത്തോടെ പറയുന്ന ആൾക്കാർ ഇന്നുണ്ട് കേട്ടോ. ട്രംപിൻ്റെ ഒരു ഡയലോഗ് കേട്ട് മുമ്പ് മദ്യപിച്ചിട്ടില്ല. അങ്ങനെ ആണെങ്കിൽ ഇതൊരു വല്ലാത്തൊരു സ്വന്തത്തോട് ചെയ്യുന്ന വലിയൊരു ധർമ്മസമരം തന്നെയാണത്. അങ്ങനത്തെ ഒരു കൾച്ചറിൽ ജീവിച്ചിട്ട് ഞാൻ ആൽക്കഹോൾ തൊട്ടിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പം അത് മതവിശ്വാസത്തിനപ്പുറം ഇതൊരു തെറ്റാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരുപാട് ആളുകൾ എല്ലാ മതത്തിലുണ്ട്. അതുകൊണ്ടാണ്. കള്ളുടിച്ചിട്ട് ജോലിക്ക് പോകാൻ പറ്റുമോ? പറ്റൂല. കള്ളുടിച്ചിട്ട് കോടതി കയറി വരാൻ പറ്റുമോ? പോലീസ് സ്റ്റേഷനിൽ കയറി വരാൻ പറ്റുമോ? കള്ളുടിച്ചിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുമോ? പറ്റൂല. പിന്നെ എപ്പോഴത് പറ്റുക? ഇസ്ലാം പറഞ്ഞത് ഒരിക്കലും തൊടണ്ട, തീർന്നു. ഇതൊന്നുമല്ല വീട്ടിൽ കുടിച്ച് എന്നാൽ വീട്ടിൽ കുഴപ്പമാണ്. പിന്നെ എന്തിനാ അത് കുടിക്കണം? എന്തിനാണത് ചെയ്യുന്നത്? അത് ചെയ്യല്ലേ, അത് പൈശാചികമാണ്. ഉള്ള ഒരു സാധനം തുടരുത് എന്ന് പറയുന്നിടത്താണ് ശരീഅത്തിന് ഇടപെടാൻ പറ്റുന്നത്. ഇല്ലാത്തൊരു സാധനം തുടരുന്നുണ്ടോ വല്ല കാര്യമുണ്ടോ? ഉള്ളത് കാണിച്ചിട്ട് ഇത് തുടരുത്. ലാ തഖറബ ഹാദിഹി ഷജറ, അത് നബി അലൈഹിസ്സലാമിനോടും ഹവ്വ ബീവിയോടും ആ വൃക്ഷത്തിന്റെ അടുത്തേക്ക് പോവരുത്. ആ വൃക്ഷം അവിടെ ഉണ്ട്, ശരിയാണ്. പക്ഷെ ടെംപ്റ്റേഷൻ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ കഴിയുമോ ഇല്ലയോ? നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളെ, ഡിസയേഴ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? ഇതിനാണ് ഇഖ്തിയാർ എന്ന് പറയാ. അതിനാണ് സ്വർഗവും നരകവും കിട്ടുന്നത്. എന്നല്ലാതെ ഇവിടെ എല്ലാവരും മലക്കളെ പോലെ ജീവിക്കുന്ന ലോകമാണെങ്കിൽ ഇത് പരീക്ഷണമല്ലല്ലോ. എല്ലാം ശരിത്തര, ഒരൊറ്റ തെറ്റുത്തരല്ല. അങ്ങനത്തെ എക്സാം ഉണ്ടാവുമോ? അതിന് എക്സാം എന്ന് വിളിക്കുമോ? അതിന് എന്ത് എഴുതിയാലും മാർക്ക് കിട്ടും. അങ്ങനത്തെ ഒരു എക്സാം ആണെങ്കിൽ എക്സാം എന്ന് വിളിക്കുമോ? ഇല്ലല്ലോ. ലിനബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഈ ദുന്യാവിലേക്ക് നിങ്ങളെ ഞാൻ വിട്ടത് നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല അമല് ചെയ്യുന്നത് എന്ന് നിങ്ങളെ പരീക്ഷിക്കാനാണ്. അപ്പം അതൊരു പരീക്ഷയാണ്. പരീക്ഷ ആകുമ്പോൾ ശരിത്തരവും തെറ്റുത്തരവും അവിടെ വേണം. അതിൽ നിന്ന് ശരി തിരഞ്ഞെടുക്കുന്നവർക്കാണ് മാർക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് എന്തിനെ പഠിച്ചോ കള്ള് പഠിച്ചോ ചിന്തിക്കാൻ നിൽക്കേണ്ട. അതിനാണ് ഞാൻ പറയണത്. അതവിടെ ഉണ്ടെങ്കിലേ ശരിയുത്തരം എഴുതുക എന്ന ആ ചോയ്സിന് പ്രസക്തിയുള്ളൂ. മനസ്സിലായില്ലേ? എന്നാൽ പിന്നെ എന്തിനാ ശൈത്താൻ അങ്ങോട്ട് വന്നാൽ പോലും അള്ളാഹ്ക്ക് പത്ര വല്ല പ്രയാസമുണ്ടോ? അള്ളാഹ്ക്ക് പ്രയാസമൊന്നുമില്ല, ഒരു പ്രയാസവും ഇല്ല. ഇന്നക മിനൽ മുൻദരീൻ. ഇബ്ലീസ് ഇങ്ങോട്ട് ചോദിച്ചതാണ്. എന്നാൽ പിന്നെ ഞാൻ ഖിയാമത്ത് നാൾ വരെ നിന്നോട്ടെ പടച്ചോനെ? നിന്നോ, കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങോട്ടായിരിക്കും തന്നെ കേട്ടോ, ആ കുഴപ്പമില്ല. അപ്പോഴല്ലേ, അതാണ് മൂപ്പരുടെ നിലപാട്. അള്ളാഹുവിനത് പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ മനുഷ്യന്റെ ഈ ഒരു ഇഖ്തിയാർ, മനുഷ്യൻ നന്മ തിന്മയെ വേർതിരിച്ച് തെരഞ്ഞെടുക്കുന്നിടത്താണ് അല്ലാഹു തആല നമുക്ക് സ്വർഗവും നരകവും വേർതിരിക്കുന്നത്. അതിനിവിടെ ചില ഈവിൾ ഫോഴ്സുകൾ വേണം. അത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഭാഗമാണ്. പാമ്പും തേളും സിംഹവും കടുവയും ഒക്കെ ഉള്ള ഒരു ലോകത്ത് ജാഗ്രതയിൽ ജീവിക്കുമ്പോഴേ ചാലഞ്ച് ഉണ്ടാവുള്ളൂ. ചാലഞ്ച് ഉണ്ടെങ്കിലേ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവുള്ളൂ. ഇവിടെ ഒക്കെ പച്ചപ്പാവം മൃഗങ്ങളാണെന്ന് വിചാരിക്കുക. ഏത് കാട്ടുക്കും പോവാം, അവിടെ ത്രില്ലില്ല, ജീവിതം ബോറടിക്കുന്നതാണ്. എത്രത്തോളം സുഖലോലുപതയിൽ ജീവിക്കുന്ന പുരുഷന്മാർ, അവരിൽ ഒരിക്കലും ക്രിയേറ്റിവിറ്റി ഉണ്ടാവില്ല എന്നാണ് പുതിയ പഠനം. അല്ല, ഒരു റാഹത്ത് ഞാൻ ജീവിക്കുന്നു, എൻ്റെ വീടിൻ്റെ കുട്ടികൾ, പിന്നെ എൻ്റെ ജോലി, വരുമാനം, ഞാൻ സുഖമായിട്ട് തിന്നു കുടിക്കുക ജീവിക്കുന്നു. ആ ഒരു മനുഷ്യനിൽ നിന്ന് ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല എന്നാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ചാലഞ്ചുകൾ, ജീവിതത്തിൽ പ്രതിസന്ധികളെ കാണണം. അപ്പോഴേ ഒരു ആണത്തം എവിടെയെന്ന് കാണാൻ പറ്റും. ബുദ്ധിമുട്ടുകൾ വരണം, പ്രയാസങ്ങൾ വരും. ജീവിതം അങ്ങനെയാണ്. നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്തത് കേൾക്കേണ്ടി വരും, കാണാൻ ഇഷ്ടപ്പെടാത്തത് കാണേണ്ടി വരും. നമ്മൾ ഇഷ്ടപ്പെടാത്ത ചില കുരുക്കുകൾ നമ്മൾ പോയി പെട്ടെന്ന് വരും. ഇതൊക്കെ സ്വാഭാവികമാണ്. അവിടം എങ്ങനെ നമ്മൾ അതിജീവിക്കുന്നു എന്നിടത്താണ് ഒരു മനുഷ്യനാവുന്നത്. ചാലഞ്ച് വേണമെന്നാണ് ജീവിതത്തിന്. ഈ ലോകം ചിന്തിച്ചു നോക്കി അങ്ങനെയാണ്. എല്ലാറ്റിനും ചാലഞ്ചുകളുണ്ട്. ഏതൊരു സംഗതി, കടലിലേക്ക് ഇറങ്ങുകയാണെങ്കിലും കരയിൽ ജീവിക്കുകയാണെങ്കിലും വീട്ടിലിരിക്കുകയാണെങ്കിലും അള്ളാഹു ഒരുപാട് ചാലഞ്ചുകൾ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ജീവിതം അർത്ഥവത്താകുന്നത്, ഉണർന്നിരിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ജീവിതം ഭയങ്കര ബോറിംഗ് ആയിരിക്കും, പാസീവായിരിക്കുന്നതാണ്. അതിനാണ് ഈ വിഷമുള്ള പാമ്പും കടുവയും തേളൊക്കെ ഇവിടെ ഉള്ളത്. അവരൊക്കെ ഉണ്ടാകുമ്പോഴാണ് അതിനെ സൂക്ഷിച്ചും പാത്തും കരുതിയും നോക്കി വെച്ചും ശ്രദ്ധിച്ചും ജീവിക്കുന്നൊരു ജീവിതത്തിന് അർത്ഥം ഉണ്ടാവുള്ളൂ എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എല്ലാം പച്ചപാവങ്ങളാണ്.
ഒക്കെ നമ്മുടെ ബ്രോയിലർ കോഴിക്കുട്ടികളെ പോലത്തെ സിംഹം അങ്ങനെയാണെന്ന്, കടുവ അങ്ങനെയാണ്, ആന അങ്ങനെയാണെങ്കിൽ എന്ത് ലോകം? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്? അങ്ങനെ ഈ ലോകം ഭയങ്കര അത്ഭുതമാണ്, അള്ളാഹുവിൻ്റെ സംവിധാനം. അതുകൊണ്ടാണ് അള്ളാഹു എങ്ങനെയാണോ ഉദ്ദേശിച്ചത് അങ്ങനെ റബ്ബ് പടച്ചു. അള്ളാഹു ഉദ്ദേശിച്ച രീതിയിലാണ് പടച്ചതമ്പുരാൻ നിർമ്മാണം ചെയ്തത്. അള്ളാഹുവിൻ്റെ രീതിയാണത് സുബ്ഹാനഹു വ തആല. ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇത്തിബാ, തങ്ങൾ കൊണ്ടുവന്നതിനെ ജീവിതത്തിലേക്ക് പകർത്തുക, തിന്മകളെ ഒഴിവാക്കി നന്മകളെ സ്വീകരിക്കുക, തങ്ങളുടെ സുന്നത്തിനെ ജീവിപ്പിക്കുക, ഇത് അള്ളാഹുവിൻ്റെ ഹബീബിനോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, ഈ വിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, എന്തൊക്കെ സുന്നത്തുകളാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണർത്താൻ പോകുന്നത്, ഒന്നുകൂടെ പൊടിതട്ടിയെടുക്കാൻ പോകുന്നത്, ഒന്നുകൂടെ ജീവിതത്തിലേക്ക് ആഴത്തിൽ നമ്മൾ സ്വാംശീകരിക്കാൻ പോകുന്നത്. എത്ര സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോകുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ജീവിതം പഠിക്കാനും അറിയാനും ഇത്തിബാ ചെയ്യാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു തആല അവൻ്റെ ഹബീബിനെ സ്വീകരിക്കുകയും അവൻ ഹബീബിനെ ഇഷ്ടപ്പെടുകയും ഇത്തിബാ ചെയ്യുകയും ചെയ്താൽ യുഹ്ബിബുക്കുമുല്ലാഹ്, അള്ളാഹു നമ്മളെയും സ്നേഹിക്കും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു തരും. വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു മാപ്പ് തരുന്നവനാണ്, അള്ളാഹു കരുണ ചെയ്യുന്നവനാണ്. എന്തോ ഒരു വല്ലാത്ത സ്നേഹത്തിൻ്റെ സ്നേഹമസൃണമായ കരുണാവായ്പകളുള്ള അള്ളാഹുവിൻ്റെ പ്രയോഗങ്ങളാണിത്. പാപങ്ങൾ ചെയ്ത ആളുകളോട് നബിയെ ഖുൽ, അങ്ങ് പറയണം, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ശരീരത്തോട് തിന്മ ചെയ്ത് ഇനി എനിക്കൊന്നും നന്നാവാൻ പറ്റൂലേ, ഇന്നെന്ന് അള്ളാഹു സ്വീകരിക്കോ എന്നൊക്കെ ചിന്തിക്കുന്നവരോട് പറയണം, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കില്ല എന്ന് ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അള്ളാഹു എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തുതരും. ശിർക്ക് ചെയ്തു വിചാരിക്കുക, പാപമോചനം ചോദിച്ചാൽ അള്ളാഹു പുറത്തുതരും. പാപമോചനം ചോദിക്കാതെ തന്നെ എല്ലാം പുറത്തു തരുന്നതാണ്. ശിർക്കിന് ചോദിക്കണം, തൗബ ചെയ്യണം, ഇല്ലേ? ബാക്കി എല്ലാം അള്ളാഹു ചോദിക്കാതെയും റബ്ബിന് പുറത്തു തരാൻ പറ്റും. പക്ഷെ നമുക്കത് ഗ്യാരണ്ടി കിട്ടണമെങ്കിൽ നമ്മൾ തൗബ ചെയ്യണം. ശിർക്ക് സംഭവിച്ചു പോയിട്ടുണ്ടോ, അറിഞ്ഞോ അറിയാതെയോ, അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുക, അള്ളാഹു അത് പുറത്തു തരും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞയച്ചത് നമ്മളെ രക്ഷപ്പെടുത്താനാണ്, നമ്മളെ എന്നെന്നും സന്തോഷത്തോടെ ജീവിപ്പിക്കാനാണ്. എന്നെന്നും ജീവിക്കുക എന്ന് പറഞ്ഞ് ഈ ദുന്യാവിൽ പോസിബിൾ അല്ല, അത് സാധ്യമാകുന്നത് ആഖിറത്തിലാണ്. അതുകൊണ്ട് ആഖിറത്തിലേക്ക് കണ്ണ് തുറന്ന് ജീവിക്കാൻ, അതിനുവേണ്ടിയാണ് നമ്മളിവിടെ കണ്ണ് തുറന്ന് ജീവിക്കുന്നത്. ഇവിടെ നടക്കുന്ന എല്ലാറ്റിനും അർത്ഥങ്ങളുണ്ട്, എല്ലാ സംഭവ വികാസങ്ങൾക്കും മാനകളുണ്ട്, ഒന്നും വെറുതെ നടക്കല്ല. നമ്മുടെ അടുക്കള മുതൽ അന്താരാഷ്ട്ര തലങ്ങൾ വരെ നടക്കുന്ന വിഷയങ്ങൾ അള്ളാഹുവിൻ്റെ ഹിക്മത്തിൻ യഅലമുഹല്ലാഹ്, അള്ളാഹുവിനറിയുന്ന ഒരു ഹിക്മത്ത് അതിൻ്റെ പിറകിലൊക്കെ ഉണ്ട്. മുഅ്മിൻ അങ്ങോട്ടാണ് നോക്കുന്നത്. മുഅ്മിൻ നോക്കുന്ന നോട്ടം ഖബറും കഴിഞ്ഞ് ആഖിറത്തിലേക്കാണ്. ആ ഒരു നാടാണ് നമ്മൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അവിടെ രക്ഷപ്പെടണം, അവിടെ സമാധാനത്തോടെ കഴിയണം. ഇത് ഹോസ്പിറ്റലിൽ കയറിറങ്ങുന്ന പോലെയാണ്. കുറച്ച് അവിടെ ഇഞ്ചക്ഷൻ ഉണ്ടാവും, ചിലപ്പോൾ ഓപ്പറേഷൻ ഉണ്ടാവും, ചിലപ്പോൾ മുറിഞ്ഞ കയ്യേറ്റ് ചെന്നാൽ അത് വെച്ചിട്ട് എക്സ്റേ എടുക്കാൻ വേണ്ടി പറയും. ഇത് പിടിച്ചിരിക്കാൻ തന്നെ പറ്റാത്ത അവസ്ഥയിലൊക്കെ തിരിച്ചു വെക്ക്, ഇങ്ങനെ വെക്ക് എന്നൊക്കെ പറഞ്ഞ് ഒക്കെ വേദന ഉണ്ടാവും. ആ ഒരു ഇത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു, ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ വേറൊരു ലോകമാണ്. അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ലോകത്താണ് ഈ ദുന്യാവ്. ഇത് കഴിഞ്ഞാൽ ഒരു ആരോഗ്യമുള്ള ജീവിതം ആഖിറത്തിൻ്റെതാണ്. അതിനെ നമ്മളെ ഒരുക്കാൻ വേണ്ടി വന്നതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഒരു ഗ്ലോബൽ മെസ്സേജാണ് റസൂലുള്ളാഹി തങ്ങൾ ലോകത്തിന് നൽകിയത്. അത് നമ്മൾ പഠിക്കുക. അല്ലാഹു തആല അവിടുത്തെ മുഹിബ്ബീങ്ങളിലും മുത്തബിഈങ്ങളിലും അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹദീസ് ما شاء الله عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال ويل للأعقاب من النار. يقولوا عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال ويل للأعقاب من النار. എന്താ പറഞ്ഞെന്നറിയോ? വൈലുൻ ലിൽ അഅഖാബി മിനന്നാർ. ഒളു കൊടുക്കുമ്പോഴേ മടമ്പ് മുഴുവനായി കഴുകാത്ത ആളുകൾക്ക് അള്ളാഹുവിൻ്റെ നരകശിക്ഷ ഏൽക്കേണ്ടി വരും എന്ന്. വൈലുൻ, വൈലെന്ന നരകം, മിനന്നാർ
ആർക്കാണ്? ലിൽ അഖാബി മിനൻ ലിൽ അഖാബ്. അഖബ് എന്ന് പറഞ്ഞാൽ മടമ്പ് എന്നാണ്. പക്ഷേ ഈ ഹദീസ് പറഞ്ഞത് ഒരു വിഭാഗം ആളുകൾ ഒളു എടുത്ത് പള്ളിക്ക് കയറിയപ്പോൾ അവരുടെ കാലിൻ്റെ മടമ്പിൻ്റെ ഭാഗം നനഞ്ഞിട്ടില്ലായിരുന്നു. അത് കണ്ടപ്പോഴാണ് തങ്ങൾ പറഞ്ഞത്, പോയി ഒളു എടുക്കണം, വൈലുൽ ലിൽ അഖാബി മിനൻ നാർ. കാലിൻ്റെ മടമ്പ് നനക്കാതെ ഒളു പൂർത്തിയായി ചെയ്യാതെ നിസ്കരിക്കാനും വന്ന് നിൽക്കുന്നത്, ഷർത്ത് വെക്കാതെ വരിക, ക്വാളിഫിക്കേഷൻ ഇല്ലാതെ കയറി വരിക, എൻട്രി പാസ് ഇല്ലാതെ കയറി വരിക, അതൊരു ഒഫൻസ് അല്ലേ? തിരിച്ചു പോകേണ്ടി വരില്ലേ? ക്യൂ നിൽക്കാതെ കടന്നു വരിക എന്ന് പറഞ്ഞ പോലെ ഇതൊരു എൻട്രി, അള്ളാഹുവിൻ്റെ മഖാമിലേക്ക് എഴുന്നേറ്റ് നിൽക്കാനുള്ള എൻട്രി പാസ്. വുളു ശരിയായി എടുക്കലാണ്. വുളുവിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് കാല് കഴുകുക എന്ന് പറഞ്ഞത്. ഖുർആനിൻ്റെ നസ്സു കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. വഅർജുലക്കും ഇലൽ കഅബൈൻ, നിങ്ങളുടെ കാല് മടമ്പ് വരെ കഴുകണം. അപ്പം പിന്നെ സോക്സമ്മ തടവിയാൽ പറ്റുമോ? ചോദ്യം വന്നു. എൻ്റെ ഓഫീസിൽ എൻ്റെ അറബി ചെയ്യുന്നുണ്ടല്ലോ, മറ്റാൾ ചെയ്യുന്നുണ്ടല്ലോ, ഇയാൾ ചെയ്യുന്നുണ്ടല്ലോ. നമ്മുടെ മദ്ഹബിൻ്റെ വീക്ഷണം പറ്റും എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതെടുത്തോളി, കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ മദ്ഹബിൻ്റെ ഇമാമിയങ്ങളും പണ്ഡിതന്മാരുടെയും അഭിപ്രായ പ്രകാരം ഹുഫ എന്ന് പറയുന്നത് ലെതർ കൊണ്ടുണ്ടാക്കുന്നൊരു സോക്സ് ഉണ്ട്. അതിപ്പോഴും പല നാട്ടുകാർ, നമ്മുടെ തണുപ്പ് രാജ്യങ്ങൾ, ഇപ്പം നമ്മുടെ റഷ്യൻ ഭാഗത്ത് അങ്ങോട്ടുള്ള ആളുകളൊക്കെ ഇപ്പോഴും ഹജ്ജിനൊക്കെ വന്നാൽ, ഉംറക്ക് വന്നാൽ കാണാൻ പറ്റും. ഒരു സോക്സ് പോലത്തെ ഒരു ഷൂ ആണത്, ബൂട്ട് എന്ന് തോന്നുന്നു. അതിൻ്റെ മീതെ വേറെ ഷൂ ഉണ്ടാവും, ബൂട്ടുണ്ടാവും. അതിട്ടിട്ട് പുറത്ത് കിടക്കുക. പള്ളിയിലേക്ക് കിടക്കുമ്പോൾ ആ മേലെയുള്ള ബൂട്ട് ഒഴിവാക്കിയിട്ട് ഉള്ളിൽ ലെതർ കൊണ്ടുള്ളൊരു സോക്സ് ഉണ്ട്, കാലിൻ്റെ പകുതിയോളം വരുന്നത്. അതിനാണ് ഹുഫ എന്ന് പറയുക. അതവിടെ വെച്ച അവിടെ നിൽക്കും, അത് വെള്ളം അബ്സോർബ് ചെയ്യൂല, അതിട്ട് നടക്കാൻ പറ്റണം. അത്തരം ഷർത്തുകളൊത്ത ഹുഫയുടെ മേൽ നിങ്ങൾ ഒതു എടുത്തിട്ടാണ് ആ ഹുഫ ധരിച്ചതെങ്കിൽ പിന്നെ നിങ്ങൾ ഒതു എടുക്കുമ്പോൾ ആ ഹുഫയുടെ മേൽഭാഗം തടവിയാൽ മതിയെന്നാ. അടിഭാഗമല്ല, നടക്കണ സ്ഥലം അടിയാണ്. അടിയിലെ ശരിക്കും തടവാൻ തോന്നുക ലോജിക്ക് പ്രകാരം, പക്ഷെ തടവേണ്ടത് മേലെയാണ്, മേൽഭാഗം തടവാൻ. അത് ഒതു എടുത്തിട്ട് ധരിക്കണം. അപ്പം ആ ഒരു മസ്അലയോട് ജൗറബ്, നമ്മുടെ ക്ലോത്ത് കൊണ്ടുണ്ടാക്കുന്ന സാധനമാണ് എന്ത്, സോക്സ് എന്ന് പറയുന്നത്. അത് ഊരാൻ എളുപ്പമാണ്. ഒന്ന് ഡ്രൈ ആക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇപ്പം പിന്നെ നാറ്റം വരും, ഷൂ കേടുവരും എന്നൊക്കെ പറയും. അതപ്പം വലിയ റീസൺ. ടിഷ്യൂവും കാര്യങ്ങളൊക്കെ ഇവിടെ ഇല്ലേ, ഒന്ന് കാല് നനഞ്ഞാൽ തന്നെ ഒന്ന് ഉണക്കിയെടുത്താൽ പോരെ. അത് അഴിച്ചിട്ട് നമ്മൾ കഴുകുക. കാരണം വൈലുല്ലിൽ അഖാബിബിനെ, മടമ്പ് മുഴുവൻ നനയാതെ നിസ്കരിക്കാൻ വന്നവരെ പറ്റിയ തങ്ങളീ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അങ്ങനെയാണെങ്കിൽ കാല് കഴുകൽ എത്ര നിർബന്ധമുള്ള വിഷയമാണ്. അതൊരു ഇബാദത്താണ്. അത് എന്ത്, അതിൻ്റെ ലോജിക്ക് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല, അതിൻ്റെ നിയമമാണ്. അപ്പോൾ സോക്സും ഹുഫയും ഒന്നാണ് എന്ന് താരതമ്യം ചെയ്ത് പറയുന്നവരുണ്ട്. അല്ലാഹു ആലം, നമുക്കതിനൊന്നും പറയാൻ പറ്റൂല. അങ്ങനെ മഫത്ത് കൊടുക്കുന്നവരുണ്ട്. പക്ഷെ നമ്മുടെ ഒരു വീക്ഷണപ്രകാരം പറ്റൂല എന്നാണ്. വലിയൊരാളൊരു മസല ചോദിച്ചു എന്നോട്, ഈ ഹുഫ. ഞാൻ പറഞ്ഞ ഹുഫ തടാൻ മൂപ്പരിനോട് തെറ്റി. പിന്നെ അതിൻ്റെ ശേഷം പറഞ്ഞ പറ്റൂല, എന്ത് ചെയ്യും? അങ്ങനെ പറ്റണം എന്നാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ മതപ്രകാരം പറ്റൂല. അപ്പോൾ സോക്സ് എന്ത് ചെയ്യുക? അഴിച്ചിട്ട് കഴുകുക തന്നെ വേണം. അതാണ് അതിൻ്റെ ഏറ്റവും തഖ്വയുള്ള വശം, ഏറ്റവും സേഫസ്റ്റ് വശം അതാണ്. കാരണം കാല് കഴുകൽ ഖുർആന്റെ നസ്സു കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. അതിനെ ക്യാൻസൽ ചെയ്യണമെങ്കിൽ അത്രക്കൊരു പവർഫുൾ എവിഡൻസ് ഇപ്പുറത്ത് വേണം. അതില്ലാത്തത് കൊണ്ട് കാല് കഴുകലാണ് അവിടെ സേഫ്. അതാണ്, അല്ലെങ്കിൽ പെട്ടുപോകും. പിന്നെ ഓരോരുത്തർക്കും അവരുടെ രീതികളാണ്. ഇപ്പോൾ മറ്റു മദ്ഹബുകളുടെ ഇമാമിങ്ങളൊക്കെ, ഇമാമിങ്ങളിലെ സമകാലികരായ പണ്ഡിതന്മാരൊക്കെ പറ്റുമെന്ന് പറയുന്നവരുണ്ട്. അതനുസരിച്ച് പോയിക്കോട്ടെ. അപ്പോൾ വൈലുല്ലിൽ അഖാബി മിനൻ നാർ, കാലിൻ്റെ മടമ്പ് ശരിയായി നനക്കാതെ നിസ്കരിക്കാൻ വന്നു നിൽക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷയുണ്ടാകും എന്നാണ് ഈ പറഞ്ഞ ഹദീസിൻ്റെ അർത്ഥം. വൈലുൻ ലിൽ അഖാബി മിനൻ നാർ എന്ന് പറഞ്ഞു നോക്കി. വൈലുൻ ലിൽ അഖാബി മിനൻ നാർ. ഞാൻ കാലെഴുകാതെ കാര്യം എന്നാൽ പറഞ്ഞു കൊടുത്താൽ മതി. വൈലുൻ ലിൽ അഖാബി മിനൻ നാർ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഹദീസാണ്, മുത്തഫഖുൻ അലൈഹി, സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും വന്നിട്ടുള്ള ഹദീസാണിത്. വൈലുൻ ലിൽ അഖാബി. അഖബ് എന്ന് പറഞ്ഞാൽ കാലിൻ്റെ മടമ്പ് എന്നാ. കാലിൻ്റെ മടമ്പിനൊക്കെ നരകാണെന്നാ തോന്നിപ്പോവുക. ആ വാക്കർത്ഥം എങ്ങനെയാണ്? മടമ്പായ മടമ്പുകൾക്ക് മുഴുവൻ നരകണ്ടാവും തോന്നിപ്പോവുക. അതല്ല അതിനർത്ഥം. മടമ്പ് നനക്കാതെ ഒതുകൊടുത്ത് വരുന്നവർ എന്നാണ് അതിൻ്റെ ആശയം. അത് ആ ഹദീസിൻ്റെ കോണ്ടെക്സ്റ്റ് എന്നാ കിട്ടുള്ളൂ, പദാനുപദത്തിൽ നിന്ന് കിട്ടൂല. അത് അഖബ് എന്ന് പറഞ്ഞാൽ മടമ്പ് എന്നാണ്. അഖാബ് മടമ്പുകൾ. വൈലുൻ നാശമാണ്. ആർക്ക്? ലിൽ അഖാബി, മടമ്പുകൾക്ക്. നല്ല മടമ്പ് നനക്കാത്തവർക്ക് എന്നാ അവിടെ ഉദ്ദേശം. മിനന്നാർ,
നരകത്തിൽ നിന്നുള്ള ശിക്ഷ വരെ ഉണ്ടാകും. കാരണം അള്ളാഹുവിനും ഇപ്പോൾ ഒതു കൊടുക്കാതെ നിസ്കരിക്കുക, നിസ്കാരത്തിൻ്റെ ഇടയ്ക്ക് ഒതു പോയി എന്ന് വിചാരിക്കുക, മാനക്കേട് വിചാരിച്ചിട്ട് നിസ്കാരം തുടരാൻ പാടില്ല. ഒതുല്ലാതെ സുജൂദ് ചെയ്യാൻ പാടുണ്ടോ? ഒതുല്ലാതെ ഖുർആൻ ഓതാം, ഒതുല്ലാതെ റുക്കൂ ചെയ്യുക, നിസ്കാരത്തിൻ്റെ രൂപങ്ങൾ നമ്മൾ അഭിനയിക്കുക, അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഒതു തന്നെ മടമ്പ് നനയാതെ ചെയ്യാൻ പാടില്ല. ഒതു മടമ്പ് നനയാതെ ഒതു ശരിയാവില്ല. അങ്ങനെ നിസ്കരിച്ചാൽ പോലും കുറ്റം കിട്ടും എന്ന് പറഞ്ഞാൽ, ഒതു പോയാൽ പിന്നെ ആ സ്വഫിൽ നിന്ന് മെല്ലെ ആരെയും ബുദ്ധിമുട്ടാക്കാണ്ട് പുറത്ത് പോയി ഒതു എടുത്ത് വരിക. എന്ത് ചെയ്യണ്ട? അവിടെ വെറുതെ അഭിനയിച്ച് നിൽക്കണ്ട. ഒതു ഇല്ലാണ്ട് നിസ്കരിക്കാൻ പാടില്ല, ഹറാമാണ്. ഒതു ഇല്ലാതെ നിസ്കരിക്കൽ ഹറാമാണ്, ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഇടക്കെങ്ങാനും ഒതു പോയി അപ്പം മൂക്ക് പൊത്തിയിട്ട് പോകണമെന്നാ തങ്ങൾ പറഞ്ഞില്ലേ, അങ്ങനത്തെ സുന്നത്താണ്. മൂക്ക് പൊത്തി പിടിക്കുക. അപ്പോൾ കാണണം മൂക്കെന്നിട്ട് ചോര വന്നിട്ടുണ്ടാവും സാധു എന്ന് വിചാരിച്ചോളും. സംഭവം നിങ്ങൾക്ക് ഗ്യാസ് പോയതാണ്, പക്ഷെ അത് ആൾക്കാരെ അറിയുമ്പോൾ ഒരു മോശമല്ലേ. അപ്പം ഇങ്ങനെ മൂക്ക് പിടിച്ച് പോകാനാണ് പറഞ്ഞത് സൊഫിൽ നിന്ന് പോകുമ്പോൾ. അത് നമ്മുടെ ഇജ്ജത്ത് കാക്കാനാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുആ വസീയത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ സദസ്സിലെ പായസം നൽകിയ സുഹൃത്തിൻ്റെ ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുജനങ്ങൾക്ക് മഗ്ഫിറത്തിനായി ദുആ ചെയ്യാൻ സുഹൃത്ത് മൊയ്തീൻ മണ്ണാർക്കാട് ബൈപ്പാസ് സർജറിക്ക് വേണ്ടിയിട്ട് അബുദാബി ബുർജിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റിലാണ്, പ്രത്യേകം ഷിഫാന് ദുആ ചെയ്യാൻ. നമ്മുടെ സെൻറ്ററിലെ സ്റ്റാഫ് ഷബീറിൻ്റെ ഉമ്മാക്ക് സുഖമില്ലാതെ ICU ഹോസ്പിറ്റലിലാണ്, ദുആ ചെയ്യണം. കമ്പനിയുടെ ഓണർ ജർമ്മനിയിലായിരുന്നു, അവിടുന്ന് മരണപ്പെട്ടു, മഗ്ഫിറത്തിന് ദുആ ചെയ്യാൻ. കാൽമുട്ട് വേദന സുഖപ്പെടാൻ വേണ്ടി ദുആ ചെയ്യാൻ. അളിയൻ സുഖമില്ലാതെ ICUവിലാണ്, ദുആ ചെയ്യണം. ഓൺലൈനിലൂടെ ഒരുപാട് ആൾക്കാർ ദുആ ചെയ്തിട്ടുണ്ട്. ബിസിനസ് ചേർക്കാൻ കൊടുത്ത പണം തിരിച്ചു കിട്ടിയില്ലായിരുന്നു, നാളെ തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു തടസ്സവുമില്ലാതെ തിരിച്ചു കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. ഹലാലായ മുറാദുകൾ എളുപ്പത്തിൽ ഹാസിലാവാനും മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾ എളുപ്പത്തിൽ മാറിക്കിട്ടാനും സന്തോഷത്തിലാവാൻ ദുആ ചെയ്യാൻ. PK പരീക്കുട്ടി കൊടുവള്ളി എത്തിങ്കാനയുടെ പ്രസിഡൻ്റാണ്, മരണപ്പെട്ടു, മഗ്ഫിറത്തിന് ദുആ ചെയ്യാൻ. അബ്ദുൽ ലത്തീഫ് എന്ന സുഹൃത്ത് നമ്മുടെ പ്രവർത്തകനാണ്, വിഖായ വളണ്ടിയറാണ്, നാട്ടിൽ ചികിത്സക്കായിട്ട് പോയിട്ടുണ്ട്, അത് പ്രത്യേകം ഷിഫാന് ദുആ ചെയ്യാൻ. ഉമ്മാക്ക് ഹജ്ജിന് പോകാൻ വേണ്ടി തൗഫീഖിന് ദുആ ചെയ്യാൻ. ഉമ്മയുടെ കിഡ്നിയിലെ കല്ല് ഓപ്പറേഷൻ കൂടാതെ ഷിഫയാവാൻ. വീട് ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ, ഒരു വീട് ലഭിക്കാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. നമ്മുടെ സദസ്സിലൊരു സുഹൃത്തിൻ്റെ മകന് അപ്പൻഡിക്സ് ആയിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞു, അതിനുശേഷം കുടലുകൾ തമ്മിൽ പറ്റി പിടിച്ചിരിക്കുകയാണ്, വീണ്ടും ഒരു ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിനാണ് പ്രത്യേകം ഷിഫാന് ദുആ ചെയ്യണം. ഖത്തറിൽ നിന്ന് മരണപ്പെട്ട കണ്ണൂർ കുഞ്ഞിമംഗലം സ്വദേശി അംജദിൻ്റെ മഗ്ഫിറത്തിനായി ദുആ ചെയ്യാൻ. അതോടൊപ്പം തന്നെ സദസ്സിലുള്ള എല്ലാവരെയും ദുആയിൽ പ്രത്യേകം ഉൾപ്പെടുത്തണം. ജസാക്കുമുല്ലാഹ് ഖൈർ. അള്ളാഹു തആല ദുആ വസിയത്ത് ചെയ്ത ആളുകളുടെയൊക്കെ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കട്ടെ. നമ്മുടെ സദസ്സിലുള്ള നമ്മുടെ സുഹൃത്ത് ഉസ്മാൻ വെല്ലിപ്പാടി, അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ 25ാമത്തെ ആണ്ടാണ് അല്ലേ. അള്ളാഹു റഹം. ഉസ്മാൻ എത്തിക്കുട്ടിയിട്ടാണ് വളർന്ന് 11 വയസ്സ്, അപ്പോൾ എത്തിക്കുട്ടിയാണല്ലോ, 15 വയസ്സ് താഴെ ആകുമ്പോൾ അല്ലേ. അള്ളാഹു റഹം വാലിദ്. അള്ളാഹുയുടെ ഉപ്പാക്ക് മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. 25 വർഷമായി വഫാത്തായിട്ട്. ഉസ്മാൻ ചെറുപ്പാണ്, ഉസ്മാച്ചാന്നൊക്കെ വിളിക്കലുണ്ട് ആൾക്കാർ. അള്ളാഹുവേ, ഒരുപാട് അങ്ങനെ ചെറുപ്പത്തിലെ മാതാപിതാക്കൾ അള്ളാഹുലേക്ക് യാത്രയായ എത്രയോ ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ടായിരിക്കും. ഒരു വല്ലാത്തൊരു ഒരവസ്ഥയാണ്. അള്ളാഹു മാതാപിതാക്കളുടെ കൂടെ, മക്കൾ ബന്ധുമിത്രാദികളുടെ കൂടെ അള്ളാഹു സ്വർഗത്തിൽ നമ്മളൊക്കെ ഒരുമിച്ച് കൂട്ടി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് അടുത്ത 2 വ്യാഴാഴ്ച 10-ാം തീയതി അതുപോലെ തന്നെ 17-ാം തീയതി, ഈ 2 വ്യാഴാഴ്ചയും സൗകര്യമുണ്ട്. ഞാനൊന്നൊരു യാത്ര പോകുന്നുണ്ട്. അപ്പോൾ 24-ാം തീയതി വ്യാഴാഴ്ച ആയിരിക്കും ക്ലാസ്
ഞാൻ ഉണ്ടായിരിക്കുക. ചിലപ്പോൾ വേറെ ഉസ്താദുമാർ ഉണ്ടെങ്കിൽ നമ്മൾ ക്ലാസ് തുടരും ഇൻഷാ അല്ലാഹ്. ഒന്ന് സെൻറ്ററൊക്കെ വിളിക്കുക, അല്ലെങ്കിൽ നമ്മുടെ മൊമോഞ്ഞി നിങ്ങളെ വാട്സപ്പ് മുഖാന്തരമൊക്കെ അറിയിക്കുകയോ ചെയ്ത് ഇതിന് നോട്ടിഫിക്കേഷൻ വരും. ക്ലാസ് ഉണ്ടെങ്കിൽ അടുത്ത വ്യാഴാഴ്ച 10-ാം തീയതി ഉണ്ടാവില്ല, 17-ാം തീയതി കേട്ടോ, 2 ആഴ്ച. നമ്മൾ 17-ാം തീയതി 14 മുതൽ 20 വരെ നമ്മൾ ഉസ്ബെക്കിസ്ഥാനിലേക്ക് ഒരു യാത്ര പോകുന്നുണ്ട്, ബുഖാരി ഇമാമിൻ്റെ നാട്ടിലേക്ക്. അപ്പോൾ അതിൻ്റെ തലേ വ്യാഴം വെള്ളിയൊക്കെ ബിസിയാണ്. നാളെ ലണ്ടനിൽ പോകുന്നുണ്ട്, മറ്റന്നാൾ ശനിയാഴ്ച അവിടെ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ അവിടെ മീലാദ് പരിപാടിയുണ്ട്, നോർത്ത് വിക്ക് എന്ന് പറയും. അപ്പോൾ അത് കഴിഞ്ഞ് ഞായറാഴ്ച രാത്രിയാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ക്യാൻസലേഷനൊന്നുമില്ല. ഇന്നത്തെ ക്ലാസ് ഉണ്ടല്ലോ, അടുത്ത ക്ലാസ് ഇൻഷാ അല്ലാഹ് 10-ഉം ഇതുപോലെ 17-ഉം കേട്ടോ ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമുക്ക് ഇൽമിൻ്റെ മജ്ലിസുകളൊക്കെ എവിടെയാണോ ഉള്ളത്, ഇൽമിൻ്റെ തഖ്വയുടെ അല്ലാഹുവിനെ സംബന്ധിച്ച് പറയപ്പെടുന്ന അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദയിൽ നിലനിർത്തി തരുന്ന ക്ലാസ്സുകൾ, അതാണ് നമ്മൾ കേൾക്കേണ്ടത്. അല്ലാഹു നമ്മളെ അല്ലാഹുവിലേക്ക് അടുക്കുന്ന വഴികളിലേക്ക് അല്ലാഹു അടുപ്പിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്വാലിഹീങ്ങളുടെ സ്വഹബത്തും നല്ല സജ്ജനങ്ങളുടെ സൗഹൃദവും ലഭിക്കാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാം. അങ്ങനെ ദുആ ചെയ്യുമ്പോൾ സ്വാലിഹീങ്ങൾ നമ്മുടെ അടുത്തേക്ക് അടുത്തു വരികയും അവരല്ലാത്തവർ എന്തോ കാരണം കൊണ്ട് അകന്നു പോവുകയും ചെയ്യുന്നത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. അള്ളാഹുവിനോട് അങ്ങനെ ചോദിക്കിടുന്ന സ്വാലിഹീങ്ങളെ എനിക്ക് അടുപ്പിച്ചു തന്നാൽ മതി. ഓരോരുത്തർക്കും അവരവർ ആഗ്രഹിക്കുന്നതിനനുസരിച്ചാണ് ഫസനു യസ്സിറുഹു ലിൽ യുസ്ര. അള്ളാഹു സ്വർഗത്തിൻ്റെ വഴി അവർക്കിങ്ങനെ എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്നവരുടെ ഒരു പ്രത്യേകതയാണത്. പടച്ചവനോട് അങ്ങനെ നമ്മൾ ചോദിക്കേണ്ടത്. അള്ളാഹുലേക്ക് നമ്മൾ അടുപ്പിക്കുന്ന സ്ഥലത്തേക്ക്, ഇടങ്ങളിലേക്ക് നമ്മളെ അടുപ്പിച്ചു തരണമേ. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ആളുകളിൽ നിന്ന്, ഇടങ്ങളിൽ നിന്ന്, സ്ഥലങ്ങളിൽ നിന്ന്, ഏർപ്പാടുകളിൽ നിന്ന് പടച്ചവനെ നീ തന്നെ ഞങ്ങളെ മാറ്റിത്തരയണമേ. അപ്പോൾ അള്ളാഹു അതിന് പരിഹാരം കാണിച്ചു തരും. അതൊരു സൂപ്പർ നാച്ചുറൽ ഒരു ഇൻ്റർഫിയറൻസ് അവിടെ നടക്കുന്നത് കാണാൻ കഴിയും. സുബ്ഹാനല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദഹു. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമർ റഹീമായ മാലിക്കുൽ മുലൂക്കായ ഞങ്ങളുടെ ഉടമസ്ഥനും യജമാനനുമായ അള്ളാഹുവേ ഈ പരിശുദ്ധമായ മജ്ലിസിനെ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവിടെ ഇരിക്കുന്ന ആളുകളെ, വന്യവയോധികരും പ്രായമുള്ളവരും കുട്ടികളും ഉമ്മമാരും സഹോദരിമാരും വിദ്യാർത്ഥിനികളും അടക്കമുള്ള ഈ സദസ്സിനെ റബ്ബേ നീ കബൂൽ ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളുടെ ഹൃദയങ്ങളുടെ ആലോചനകളും ഞങ്ങളുടെ മസ്തിഷ്കത്തിലെ ചിന്തകളും അള്ളാഹുവേ ഞങ്ങളുടെ വിചാരങ്ങളുമൊക്കെ നീ ഇഷ്ടപ്പെടണമേ തമ്പുരാനെ. ഞങ്ങൾ ആലോചിച്ചതും ചിന്തിച്ചതും ഞങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിലേക്കൊരു വെളിച്ചമാക്കി നീ മാറ്റിത്തരണേ തമ്പുരാനെ. ഞങ്ങളുടെ ഹൃദയത്തിന് നീ പ്രകാശം നൽകണമേ റബ്ബേ. ഹൃദയത്തിൻ്റെ അകക്കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ച ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ബസീറത്ത് കൊണ്ട് അനുഗ്രഹിക്കണമേ തമ്പുരാനെ. മാരിഫത്ത് കൊണ്ട് അനുഗ്രഹിക്കണമേ തമ്പുരാനെ. സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ചിന്തയിലും അനക്കത്തിലും അടക്കത്തിലും വാക്കുകളിലും പ്രവൃത്തികളിലും എഴുത്തിലും എല്ലാറ്റിലും അള്ളാഹുവേ അദബും തൗഫീഖും എല്ലാ നന്മയും നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങളുടെ കൈകാലുകൾ ശരീരം മുഴുവൻ തിന്മകളിൽ നീ അകറ്റി നിർത്തണേ തമ്പുരാനെ. ഞങ്ങൾക്കും തിന്മകൾക്കുമിടയിൽ വൻമതിലുകൾ സൃഷ്ടിച്ച് അള്ളാഹുവെ തിന്മയുടെ രുചിയോ മണമോ നിറമോ ശബ്ദമോ ഒന്നും കേൾക്കാത്ത, അതിൻ്റെ ആനന്ദമോ രസമോ ഒന്നും ഞങ്ങൾക്ക് വേണ്ട റബ്ബേ, അറിയണ്ട പടച്ചവനെ. ആ രീതിയിൽ അള്ളാഹു നിന്നിലേക്ക് മനസ്സ് കൊടുത്ത് ജീവിക്കാൻ പറ്റുന്നൊരു ജീവിതം നൽകണേ തമ്പുരാനെ. അതിനുള്ള അവസരങ്ങൾ നൽകണേ തമ്പുരാനെ. എത്ര വലിയ തിന്മകളുടെ സാഹചര്യങ്ങൾക്കിടയിലൂടെ ജീവിച്ചു പോയാലും അള്ളാഹുവെ നിന്നെ മാത്രം, നിൻ്റെ ഹബീബിനെ മാത്രം കൽബിൽ കണ്ട് ആ ഒരു മഅരിഫത്തിൻ്റെ വെളിച്ചത്തിൽ അള്ളാഹു നിൻ്റെ കാവലിൽ പിശാചിൻ്റെ ദുർബോധനങ്ങളിൽ നിന്ന് മോചനം ലഭിച്ച് അള്ളാഹുവെ നിൻ്റെ മലായിക്കത്തുൽ കിറാമിൻ്റെ തലോടലേറ്റ് ജീവിക്കാൻ കഴിയുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും തലമുറയെയും ഈ ഉമ്മത്തിനെയും വിശേഷിച്ച് ഞങ്ങളുടെ വിദ്യാർത്ഥിനികളെ, ഞങ്ങളുടെ ക്യാമ്പസുകളിൽ മറ്റു കോളേജുകളിൽ പഠിക്കുന്ന മക്കൾ, സ്കൂളിൽ പഠിക്കുന്നവർ, വിദേശങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ എല്ലാവരെയും അള്ളാഹു നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അർഹമുറാഹിമായ അള്ളാഹുവെ ഞങ്ങൾ ഇടപെടുന്ന വിഷയങ്ങളിലും മക്കളിലും കുടുംബത്തിലും ഏർപ്പാടിലും കച്ചവടത്തിലും ജോലിയിലും ഞങ്ങൾ ചെന്നിരിക്കുന്ന മജ്ലിസിലും അള്ളാഹുവെ നീ ഞങ്ങൾക്ക് പ്രകാശം നൽകണേ തമ്പുരാനെ. കൺകുളിർമയെ നൽകണേ തമ്പുരാനെ. മനസ്സമാധാനം നൽകണേ തമ്പുരാനെ. വീടുകളിൽ റഹ്മത്ത് ചെയ്യണേ റബ്ബേ. വീടില്ലാത്തവർക്ക് ഖൈറായൊരു വീട് ഇവിടെയും
നാളെ ആഖിറത്തിലും അള്ളാഹു നീ നൽകണമേ തമ്പുരാൻ. ഞങ്ങളെല്ലാവർക്കും നാളെ ആഖിറത്തിൻ്റെ വീട് കൊണ്ട് അനുഗ്രഹിക്കണേ റബ്ബേ. ദുന്യാവിലെ വീട് കൊണ്ടും അനുഗ്രഹിക്കണേ പടച്ചവനെ. കടങ്ങൾ വിടാനുള്ള വഴികൾ എളുപ്പമാക്കണേ പടച്ചവനെ. അള്ളാഹു പ്രതിസന്ധികളും പ്രയാസങ്ങളും തരണം ചെയ്യാനുള്ള കരുത്തും തൗഫീഖും നൽകണമേ തമ്പുരാനെ. അർഹമർ-റാഹിമായ മാലിക്കുൽ മുലൂക്കായ അള്ളാഹുവെ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെക്കുകയും തങ്ങളെ സ്നേഹിക്കുകയും ഖൽബ് കൊണ്ട് തങ്ങളെ കാണാൻ കൊതിക്കുകയും ചെയ്യുന്ന അവിടുത്തെ ഹിബ്ബുള്ള മുഹിബ്ബീങ്ങളിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. കാരുണ്യവാനായ അള്ളാഹുവെ, മരണം ഞങ്ങളിലേക്ക് വന്നെത്തുന്ന നാൾ, ആ സമയം അള്ളാഹുവെ നിന്നെ കാണണം, നിന്നെ ഹബീബിനെ കാണണം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബിനെ കാണണം, സ്വാലിഹീങ്ങളെ കണ്ടുമുട്ടണം എന്ന ഒരു അതിയായ ഹൃദയം വെമ്പുന്ന ആ ഒരു കൊതിയിൽ അള്ളാഹു നിന്നിലേക്ക് യാത്രയാവുന്ന ആ ഒരു തൗഫീഖ് പടച്ചവനെ ഞങ്ങൾക്കൊക്കെ ഈ സദസ്സിൻ്റെ പുണ്യം കൊണ്ട് നൽകണേ റഹ്മാനെ. റഹ്മർ-റാഹിമേ, ഇവിടെ ഒരുപാട് കാലം സെൻറ്ററിന് വേണ്ടിയൊക്കെ, ഇസ്ലാമിക് സെൻറ്ററിന് വേണ്ടി, ഇവിടുത്തെ ദീനി സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള നമ്മുടെ ബാബ ഹാജി സാഹിബുണ്ട്, കടന്നപ്പള്ളി മൊയ്തു ഹാജി സാഹിബുണ്ട്. അള്ളാഹുവെ, ഇവരുടെയൊക്കെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകണമേ തമ്പുരാനെ. അള്ളാഹു ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങളെ നീ സ്വീകരിക്കണമേ തമ്പുരാനെ, നീ കബൂൽ ചെയ്യണമേ തമ്പുരാനെ. ജീവിതത്തിൽ ഖൈറും ബറക്കത്തും ചെയ്യണേ റബ്ബേ. നമ്മുടെ ബാബ ഹാജിക്ക ഈ ഒരു വയോധികരായ ഈ അവസ്ഥയിലും ബാബ ഹാജിക്ക് എപ്പോഴും പറയുന്നൊരു കാര്യം, ഭാര്യയ്ക്ക് സുഖമല്ല, ഭാര്യ കിടപ്പിലാണ്, അവരൊന്ന് എഴുന്നേറ്റിരുന്ന് സ്വന്തം ആവശ്യത്തിനൊന്ന് നടക്കുന്നത് കാണാൻ കഴിയണം, അവർക്ക് വയ്യ എന്ന സ്വന്തം ഭാര്യയെക്കുറിച്ചേ പറയാറുള്ളൂ. സ്വന്തം ശരീരത്തിൻ്റെ ഒരു കാര്യം ബാബാജിക്ക് എന്നോട് പറഞ്ഞ് എനിക്ക് ഓർമ്മയില്ല, ഭാര്യയ്ക്ക് വേണ്ടി ദ്വാരക്കണം, അങ്ങനെ പറയാം. അള്ളാഹു ചാല ആ മഹദിക്ക് വളരെ പെട്ടെന്ന് അള്ളാഹു ശിഫ നൽകട്ടെ, അള്ളാഹു സലാമത്ത് നൽകട്ടെ റബ്ബേ. നീ ആഫിയത്ത് കൊടുക്കണേ റബ്ബേ. ബാബ ഹാജിക്കും ആഫിയത്തും സലാമത്തും വർദ്ധിപ്പിക്കണമേ തമ്പുരാനെ. അള്ളാഹു ഒരുപാട് കാലം, ജീവിതത്തിൻ്റെ വലിയൊരു കാലം, പതിറ്റാണ്ടുകൾ ദീനിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ഇവിടുത്തെ KMCCക്കും സുന്നി സെൻറ്ററിനും നമ്മുടെ എല്ലാ സംഘടനാ പ്രവർത്തനങ്ങൾക്കും സെൻറ്ററിൻ്റെ നാനോന്മുഖമായ പ്രവർത്തനങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിച്ചിട്ടുള്ള മഹാനവറുകൾക്ക് അള്ളാഹു നീ ദീർഘായുസ്സും ആഫിയത്ത് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. റഹ്മർ-റാഹിമേ, ഞങ്ങളെല്ലാവർക്കും ഞങ്ങളുടെയൊക്കെ ജീവിതങ്ങളിൽ ബറക്കത്ത് നൽകണേ റബ്ബേ. മക്കളിൽ രോഗികൾക്ക് ശിഫ നൽകണേ പടച്ചവനെ, അസുഖമുള്ളവർക്ക് ശിഫ നൽകണേ റബ്ബേ. ഞങ്ങളുടെ മക്കൾക്ക് നീ ശിഫ നൽകണേ പടച്ചവനെ. മാതാപിതാക്കളുടെ രോഗികൾക്ക് ശിഫ നൽകണേ റബ്ബേ. അവരുടെ അസുഖങ്ങൾക്ക് നീ ശമനം നൽകണേ പടച്ചവനെ. വേദനകൾക്ക് പരിഹാരം നൽകണേ പടച്ചവനെ. അവരുടെ മനസ്സുകൾക്ക് സമാധാനവും സന്തോഷവും നൽകണമേ തമ്പുരാനെ. റഹ്മർ-റാഹിം, ഞങ്ങളുടെ സഹോദരിമാരിൽ ഗർഭിണികളായവർക്ക് സുഖപ്രസവം നൽകണേ റബ്ബേ. കൊച്ചു മക്കളുള്ളവരെ അള്ളാഹുവെ അവർക്ക് തർബിയത്ത് ചെയ്ത് വളർത്താനുള്ള ശക്തിയും ക്ഷമയും കരുത്തും ആരോഗ്യവും അള്ളാഹുവെ ഞങ്ങളുടെ സഹോദരിമാർക്ക് നൽകണേ പടച്ചവനെ. ഞങ്ങളുടെ സഹോദരന്മാരുടെ ജോലികളിൽ, കച്ചവടങ്ങളിൽ, ഏർപ്പാടുകളിൽ, മഈശത്തിൻ്റെ നെട്ടോട്ടത്തിൽ റബ്ബേ നീ ബറക്കത്ത് നൽകണേ റബ്ബേ. അള്ളാഹു നിൻ്റെ റഹ്മത്ത് ഞങ്ങളിലേക്ക് ഇറക്കിത്തരണേ പടച്ചവനെ. അള്ളാഹു ഒരു വഞ്ചനയിലോ ചതിയിലോ ചെന്ന് പെടാതെ അള്ളാഹു നിൻ്റെ കാവൽ ഞങ്ങൾക്കുണ്ടാകണേ തമ്പുരാനെ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂന മിനൽ ഖാസിരീൻ. ഇവിടെ ദുആ ഇറക്കാൻ വേണ്ടി പറഞ്ഞവരും പ്രത്യേകിച്ച് നമ്മുടെ അഡ്മിന്മാർ മുഖാന്തിരം ദുആ വസിയത്തുകൾ ചെയ്ത ആളുകളുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ ഉദ്ദേശങ്ങളെ നീ പൂർത്തിയാക്കി കൊടുക്കണമേ തമ്പുരാനെ. റഹ്മർ-റാഹിമേ, ഞങ്ങൾ പോലും അറിയാത്ത, കേൾക്കാത്ത എത്രയോ ആളുകൾ അള്ളാഹുവെ ദുആ വസിയത്ത് ചെയ്തവരുണ്ടാകാം. അള്ളാഹുവിൻ്റെ ഉദ്ദേശങ്ങളെ നീ പൂർത്തിയാക്കി കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. ബിജാഹി വഹഖ് നബീക സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. നമ്മുടെ സ്റ്റാഫ് ഷബീർ സാഹിബിൻ്റെ ഉമ്മ ICUവിലാണെന്ന് പറഞ്ഞു. അള്ളാഹു ഉമ്മാക്ക് ശിഫ നൽകട്ടെ, അള്ളാഹു സലാമത്ത് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ-റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.